എല്ലാവരും അക്ഷരശ്ലോകങ്ങളൊക്കെ പഠിച്ചവരും ആ വക ഫീൽഡിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തിൽ തന്നെ പരിചയമുള്ളവരായിരുന്നു ഉള്ളൂര് കൃഷ്ണ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ അമ്മയെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള വരവാണ് ഓരോരുത്തരും അവരുടേതായ കഴിവനുസരിച്ച് ഒരധ്യായം എന്ന് വായിക്കട്ടെ എന്നുള്ള നിലയ്ക്ക് വായിക്കുന്നവരായിട്ടുണ്ട്. ആചാര്യസ്ഥാനത്തൊക്കെ വന്ന് ഇന്ന് പല സപ്താഹങ്ങളിലും പങ്കെടുക്കുന്ന കൃഷ്ണഗീത അടുത്ത പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു. വാസുദേവായ അഥ സപ്തമോധ്യായ നാരദുവാച ഏവം ദൈത്യസുതൈ പൃഷ്ടോ മഹാഭാഗവതോസുര ഉവാച സ്മയമാനസ്താൻ സ്മരൻ മദനുഭാഷിതം ഭാഗവതവാച ഇതരി പ്രസ്ഥിതേസ്മാകം തപസേ മന്ദരാചരം യുദ്ധോദ്യമം തരം തത്വ വിബുധാഗാനകാന്തരി ഇതീലികൈരഹൈവ ദിഷ്ട്യാ ലോകോവതാഹന പാപേന പാപോ ഭക്ഷീവാദിനോ വാസവാദയ തേഷാമതിവലോദ്യോഗം നിശമ്യാസുരയൂഥപാ വധ്യമാനാസുരേർഭീതാ സർവതോ ദിശം കളത്രപുത്രമിത്രാപ്താൻ ഗൃഹാൻ പശുപരീക്ഷജാൻ നാവേക്ഷമാണാസ്വരിതാൻ സർവേ പ്രാണപരീപ്സവ യജുംബൻ രാജശിബിരമരാജേകാംക്ഷിണ ഇന്ദ്രസ്വരാജമഹിഷിം മാതരം മമജാഗ്രഹേ നീയമാനാം ഭയോദ്വിഗ്നാം ദ്രുതതിം പുരജീവ യദൃച്ഛയാഗതസ്തത്താദേവർഷ്യദൃശേ കഥി പ്രാഹമൈനാം സുരപദേ നേതുമരിഹസ്യനാഗസം മുഞ്ച മഹാഭാഗാൻ സതിം പരപരിഗ്രഹം ഇന്ദ്രവാച ആസ്തേസ്യാഗതദേവീയമവിഷക്ഷ്യം സുരദ്വിഷ ആസ്യതാം യാവൽ പ്രസവം മോക്ഷ്യർത്ഥപദവിം ഗതാ നാരദവാച അയം നിഷ്കിംപിഷ സാക്ഷാൽ മഹാഭാഗവതോ മഹാൻ ത്വയാ പ്രാപ്സ്യതേ സംസ്ഥാനനന്ദാനജഗോപിനി ഇത്യുക്തസ്ഥാം വിഹായേന്ദ്രോ ദേവർഷേർമാനയൻ വച അനന്തപ്രിയഭക്തീനാം പരിക്രമ്യ ദിവം യയോ തതോ നോ മാതരമൃഷി സമാനീയ നിരാശമം ആശ്വാസീഘോഷ്യരാമത്സേയാവർത്തേ ഭക്തുരാഗമ തഥേത്യവർഷേരംസാപ്യോഭയ യാവൽവൈക്യഭഗദ്ഭോരാത്തവസോമ്യവർത്തത ഋഷിം പൈത്യജലൽ തത്ര ഭക്ര്യാ പരമയാ സതി അന്തർവത്മീ സ്വഗർഭസ്യ ക്ഷേമായ ചാപ്രസൂദയേ ഋഷിം കാരുണികസ്തസ്യ ഭാവാഭയമീശ്വര ധർമ്മസ്യ തത്വം ജ്ഞാനം ച മാമഭ്യുദിശ്യ നിർമ്മലം തത്വകാലസ്യ ദീർഘത്വാസി ത്വാന്മാസ്തിരോധേ ഋഷീണാനുവിഹീനം മാധുനാപ്യജഹാസ്വതി ഭവതാമപി ഭൂയാന്മേ യദി ശ്രദ്ധതദേവ ച വൈശാരദീഭി ശ്രദ്ധാസ്ത്രീബാലാനാം ജമേധ ജന്മാദ്യാഷഡിനേ ഭാവാദൃഷ്ടാദേഹസ്യ നാത്മന ഫലാനാമിവ വൃക്ഷസ്യ കാലേശ്വരമൂർത്തിന ആത്മാനിത്യോ യയ ശുദ്ധ ഏകക്ഷേത്രജ്ഞാശ്രയ അവിക്രിയ സുരഭ്യേ ഗൗര്യാവഗോ സഞ്ജനാവൃത ഏതേർദ്വാദശഭിർവിദ്വാൻ ആത്മനോ ലക്ഷമൈപരേ അഹം മമേഭ്യ സദ്ഭാവം ദേഹാദോ മോഹനം കിരീർ സ്വർണം യഥാ ഗ്രാവസുഹേമകാര ക്ഷേത്രേഷു യോഗൈസ്തദഭിജ്ഞാപ്നുയാൽ ക്ഷേത്രേഷു ദേഹേഷു തദാത്മയോഗീ ലഭ്യാത്മവിദ് ബ്രഹ്മഗതിം ലഭേത അഷ്ടൗ പ്രകൃതയ പ്രോക്താസ്വയ ഏവ ഹി തദ്ഗുണാ വികാരാ ഷോഡശാചാര്യൈ പുമാനേക സമന്വയാൽ ദേഹസ്തു സർവസംഘാതോ ജഗത്പസ്ഥിതിരിദ്വിധ അത്രൈവ മൃഗ്യഃ പുരുഷോ നേതി നേതീത്യ സത്യജൻ അന്വയവിവേകേനാത്മന സർഗസ്ഥാനസമാം മായൈവിശദ്ധിരസത്വരൈ ബുദ്ധേർജാഗരണം സ്വപ്നം സുഷുപ്തിരിതി വൃത്തയ പായേനൈവാനുഭൂയന്തേ സോധ്യക്ഷ പുരുഷപര ഏഭിസ്ത്രിവർണൈ വൈദ്യസ്തേർബുദ്ധിഭേദൈകയോദ്ഭവൈ
സ്വരൂപമാത്മനോ ബുദ്ധിർഗ്രന്ഥേർവാണിന്യമാന്മയാൽ ഏതദ്വാരോ ഹി സംസാരോ ഗുണകർമ്മനിബന്ധന അജ്ഞാനമൂലോ പാർത്ഥോപി പുംസസ്വപ്നനിവേശ്യതേ തസ്മാത് ഭവദ്ഭി കർത്തവ്യം കർമ്മണാം ത്രിഗുണാത്മനാം ബീജനിർഹരണം യോഗ പ്രവാഹോ പരമോധിയ തത്രോപായ സഹസ്രാണാമയം ഭഗവതോദിത യദീശ്വരേ ഭഗവതി യഥായൈരഞ്ജസാരതി ഗുരുശുശ്രൂഷയാ ഭക്ത്യാ സർവലബ്ധാർപ്പണേന ച സംഗേന സാധുഭക്താനാം ഈശ്വരാരാധനേന ച ശ്രദ്ധയാ തൽകഥായാം ച കീർത്തനേന ഗുണകർമ്മണാം തൽപാദാം കുരുഹധ്യാനാൻ തല്ലിംഗക്ഷാർഹണാദിഭിः ഹരി സർവേഷു ഭൂതേഷു ഭഗവാനാസ്തൈശ്വര ഇതി ഭൂതാനി മനസാ കാമൈസ്തൈ സാധുമാനയേൽ ഏവം ഗർജിത ഷഡ്വർഗൈ ക്രിയതേ ഭക്തി ഈശ്വരേ വാസുദേവേ ഭഗവതി യയാ സംലഭതേ നിശമ്യ കർമാണി ഗുണാനതുല്യാനി വീര്യാണി വിനാദനുഭികൃതാനി യദാതി ഹർഷോൽപുളകാശ്രുഗദ്ഗദം പ്രോൽകണ്ഠഗുഗ്യായതി ജൗതി നൃത്യതി യദാ ഗ്രഹസ്ഥ ഇവ ക്വചിദ്ധസത്യാക്രാന്തതേ ധ്യായതി വന്ദതേനം മുഹുശ്വസൻ ഭക്തിഹരേ ജഗൽപദേ നാരായണേ യാത്മമജർഗതത്രവ തദാ പുമാൻ മുക്തസമസ്തബന്ധനസ്ഥൽഭാവഭാവാൻ ഗദാശയാഗതി നിർദഗ്ധബീജാനിശയോ മഹീയസാ ഭക്തിപ്രയോഗേന സമേത്യ ഭോക്ഷജം അഭോക്ഷജാലംഭമിഹാശുഭാത്മന ശരീരിണ സംസ്കൃതിചക്രശാദനം തൽ ബ്രഹ്മനിർവാണസുഖം വിദുർബുധാസ്തതോ ഭജധ്വം ഹൃദയേ ഹൃദീശ്വരം കോതിപ്രയാസോസുരബാലകാ ഹരേരുപാസനേ സ്വേ ഹൃദി ചിദ്രവത്സദാ സ്വസ്യാത്മനഃസഖിലശേഷദേഹിനാം സാമാന്യതഃ കിം വിഷയോപപാദനേ രായക്കണത്വം പശവസ്സുതാദയോ ഗൃഹാമഹീ കുഞ്ജരകോശഭൂതയ സർവേർത്ഥകാമാക്ഷണഭംഗുരായുഷ കുർവന്തി മധ്യസ്യ കിയൽ പ്രിയം ചലാന ഏവം ഹി ലോകാകൃതഭിപ്രദാനി ശയിഷ്ണവസാദിശയാത്മനിർമ്മല തസ്മാദൃഷ്ടശ്രുതദൂഷണം പരം ഭക്ത്യൈകയേശം ഭജതാത്മലബ്ധകേ യദധ്യർത്ഥ്യേഹ കർമാണി വിദ്വന്മാന്യസകന്മല കരോത്യതോ നിവൈര്യാസമോഘം നിന്ദതേ ഫലം സുഖായ ദുഃഖമോക്ഷായ സങ്കൽപ്പൈഹ കർമ്മിണ സദാപ്നോദീഹയ ദുഃഖമനീഹായ സുഖാവൃത കാമാൻ കാമയതേ കാമ്യേയ യദർത്ഥമിഹ പൂരുഷ സ വൈ ദേഹസ്തുപാരഭ്യോ ഭക്തുരോ യാത്യുതൈതിജ ഇമോ വ്യവഹിതാപത്യരാജാഗാനധനാദയ രാജ്യം കോശഗജാമാപ്യഭൃത്യാപ്താമാവാസ്പദ കിമേതൈരാത്മനസ്തുച്ഛൈ സഹദേഹേന നശ്വരൈ അനർത്ഥൈരർത്ഥസംകാശൈർനിത്യാനന്ദമഹോദധേ നിരൂപ്യതാമിഹ സ്വാർത്ഥക്രിയാൻ ദേഹഭൃതോസുര നിഷേകാദിഷ്വമസ്ഥാസു ദൃശ്യമാനസ്യ കർമ്മഭി കർമ്മണ്യാലഭതേ ദേഹി ദേഹേനാത്മാനുവർത്തിന കർമ്മഭിസ്സനുദേ ദേഹമുഭയം ത്വവിവേകത തസ്മാൽ അർത്ഥാശ്ച കാമാശ്ച ധർമാശ്ച യദവാശ്രയ ഭജതാനീഹയാത്മാനമനീഹം ഹരീശ്വരം സർവേഷാമപി ഭൂതാനാം ഹരിരാത്മേശ്വരപ്രിയ ഭൂതേർമഹദ്ഭിസ്വഗതൈവൃതാനാം ജീവസംഹിത ദേവോസുരോ മനുഷ്യോ വാ യക്ഷോ ഗന്ധർവ ഏവ ച ഭജൻ മുകുന്ദചരണം സ്വസ്തിമാൻ സ്യാൽ യഥാ വയം നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജ പ്രീണനായ മുകുന്ദസ്യ നവൃത്തം നബഹുജ്ഞത നദാനം നരവോ നിത്യാ ശൗര്യം അപ്രദാനി ച പ്രിയതേ മനയാ ഭക്ത്യാ ഹൈരണ്യൽ വിഡംബനം യഥാ തപോഹരോ ഭഗവതി ഭക്തിം കുരുദാനവ ആത്മൗപമ്യേന സർവത്ര സർവഭൂതാത്മനീശ്വരേ ദൈവേയ യക്ഷരക്ഷാംസി ശ്രിയശൂദ്രാവലോകസ ഖഗാമൃഗ പാപജീവ സന്ധിഹ്യച്യുതാംഗത ഏതാവാനീവ ലോകേസ്മിൻ പുംസസ്വാർത്ഥപരസ്മൃത
ഏകാന്ത ഭക്തിർ ഗോവിന്ദേ യൽ സർവത്ര പരീക്ഷണം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം സപ്തമസ്കന്ധേ പ്രഹ്ലാദാചരിതേ ദൈത്യപുത്രാനുശാസനം നാമ സപ്തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ ഹൃദയനാരായണ. ആരൂഢപ്രൗഢവേദപ്രവിശിതപവനം തുംഗപുണ്യം തുരംഗം നീലം തേലം വസാന കരതലവിലസൽ ചണ്ഡകോലന്തരാന്ത. രാഗദ്വേഷാദിനാനാവിധമൃഗപടലീ ഭീതികൃത്ഭൂതഭക്ത കുറുവന്നാഖേടലീലാം കൈലസമനഃകാനനേ മാമകീനേ. സ്വാമിയേ ശരണമയ്യപ്പ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ശമേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രഹരപരമാഹ്ലാദജനനീം ശ്രീജഗദംബികായൈ നമഃ. ഷഡാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനം സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ഹര ഹരോ ഹര ഹര. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീരാധികാ മോഹന പത്മനാഭ. നാമങ്ങളീ മട്ടു സദാ ജപിച്ചു തീരേണമേ കൃഷ്ണ മദീയ ജന്മം. ബന്ധങ്ങൾ യുക്കുന്ന ഭവാന്റെ ഉള്ളിൽ ബന്ധിച്ചു പോൽ ഗോപികൾ ഭക്തി വന്നാൽ നന്ദവ്രജ ശ്രീഹരി ഭക്തി വാട്ടിത്തീരേണമേ കൃഷ്ണ മദീയ ജന്മം. അനായാസേന മരണം വിനാദൈന്യേന ജീവനം. ദേഹി മേ കൃപയാ കൃഷ്ണ ത്വയി ഭക്തിരചഞ്ചല. കാരുണ്യവാരീധേ 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 കാരുണ്യാധേ. ഇത്രയും കാരുണ്യം എന്നിൽ ചോരിഞ്ഞാലും ചിത്രം നാടിച്ചതും ചിത്രം തന്നെ. കൈ രണ്ടും കൂപ്പി ഞാൻ വീണ്ടും നീരക്കുന്നു. നീരജലോചന നിന്നോടായി ഏതീനോ അന്യനെ കുമ്പിടേണ്ടാതൊരു രീതിയിൽ നീ എന്നെ പാലിക്കുന്നായി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവത സപ്താഹത്തിൻ്റെ സത്രത്തിൻ്റെ ഒക്കെ ഒരു മധ്യമായിട്ടുള്ള ഭാഗമാണ് ഈ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ സപ്താഹമൊക്കെ ആകുമ്പോൾ 1-2 ദിവസമൊക്കെ അങ്ങനെ ഓരോരോ ചില എന്താണ് ബാല അരിഷ്ടോടുകൂടി ഇങ്ങനെ തുടങ്ങും. പിന്നെ ഈ 3-ാം ദിവസമൊക്കെ ആകുമ്പോൾ അജാമലോപാഖ്യാനം വൃത്രാസുരൻ്റെ കഥയൊക്കെ കേട്ട് ആ നരസിംഹാവതാരത്തിൽ അങ്ങോട്ട് കിടക്കുമ്പോഴേക്കും ഭക്തന്മാരൊക്കെ അങ്ങോട്ട് ആ ഒരു രസത്തിലേക്കാണ് എത്തുന്നതാണ്. ആ ആലയം അതിലേക്ക് എത്തിച്ചേരുന്നതാണ്. പിന്നെ അവർക്ക് ആനന്ദം മാത്രമാണ് അനുഭവിക്കാനായിട്ട് സാധിക്കുക. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. ഷഷ്ഠസ്കന്ധം എന്ന് പറഞ്ഞാൽ അതിലും പ്രധാനപ്പെട്ടതാണ്. ഭക്തന്മാരെ ഭഗവാൻ അനുഗ്രഹിക്കുന്നതായ ആ രംഗങ്ങളാണ്. ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് വിചിത്ര രൂപമായിട്ടുള്ളതാണ്. നമുക്ക് തോന്നും ഇത് ഭഗവാൻ അയാളെ നിഗ്രഹിച്ചതാണോ അല്ലെങ്കിൽ അയാളെ നിഗ്രഹിക്കാൻ കൂട്ടുന്നതാണോ എന്നൊക്കെ പലപ്പോഴും നമുക്ക് സംശയം തോന്നും. അത് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു മാലിന്യമായിട്ടാണ് കണക്കാക്കേണ്ടതുള്ളൂ എന്നാണ്. ഇവിടെ ഉച്ചയ്ക്ക് മുമ്പ്
നാരായണ കവചം വരെയുള്ള ഭാഗങ്ങളാണല്ലോ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നാരായണ കവചം ഒക്കെ ജപിച്ച് ഐശ്വര്യങ്ങളെയും വീണ്ടെടുത്ത് ഭയത്തെയൊക്കെ ഇല്ലാതാക്കി അങ്ങനെ സമാധാനമായിട്ട് കഴിയുന്നു ദേവേന്ദ്രൻ. പലപ്പോഴും ആ സമാധാനം അദ്ദേഹത്തിന് അനുഭവിക്കാൻ പറ്റാറില്ല എന്നാണ്. എന്താ വെച്ചാൽ ഈ ലൗകിക സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇത് എപ്പോഴാണോ നഷ്ടപ്പെടുക എന്നുള്ള ആ തോന്നലാണ് ഉണ്ടാവുക എന്നാണ്. അപ്പൊ ഇദ്ദേഹത്തിന് അത് എനിക്കിപ്പോ ഈ ഐശ്വര്യങ്ങളൊക്കെ ഇച്ചു കിട്ടി, ഇത് എപ്പോഴാണോ നഷ്ടപ്പെടുക അങ്ങനെ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പൊ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണേണ്ടി വരുന്നതാണ്. അങ്ങനെയാണ് ഒരിക്കല് താൽക്കാലികമായിട്ട് അവരെ ഗുരുവായിട്ട് സ്വീകരിച്ചതായിട്ടുള്ള വിശ്വരൂപൻ. ഈ വിശ്വരൂപനെ സംബന്ധിച്ചിടത്തോളം അമ്മാത്ത് അസുരലോകമാണ്, ഇല്ലമാണ് എന്നുള്ളൂ ഈ ദേവലോകത്തിലുള്ളൂ. ഈ വിശ്വരൂപനെ സംബന്ധിച്ച് എല്ലാവരും അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. ദേവന്മാരും അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. അതുപോലെ തന്നെ അസുരന്മാർ അദ്ദേഹത്തിന്റെ സുബന്ധുക്കളും സുഹൃത്തുക്കളുമാണ്. അതുപോലെ തന്നെ ഈ ഭൂമിയിലാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ സാധാരണ മനുഷ്യന്മാരുമായിട്ടും അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് 3 ശിരസ്സുണ്ട് എന്നാണ് പറയുക. ഒന്ന് അമൃത് കഴിക്കാനായിട്ട്, ഒന്ന് മദ്യം കഴിക്കാനായിട്ട്, പിന്നെ ഒരു ശിരസ്സുള്ളത് ഭക്ഷണം കഴിക്കാനായിട്ട്. ഇങ്ങനെ 3 ശിരസ്സാണ് ഉള്ളത്. ഒരിക്കല് ദേവേന്ദ്രൻ ഈ വിശ്വരൂപന്റെ കർമ്മങ്ങളെ നോക്കിക്കണ്ടപ്പോഴാണ് ദേവന്മാർക്ക് ശ്രേയസ്സിനായിട്ട് അദ്ദേഹം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ അസുരന്മാരുടെ ശ്രേയസ്സിനായിക്കൊണ്ടും മന്ത്രങ്ങളെ ചൊല്ലി അങ്ങനെ ഹോമം നടത്തുന്നതായി കണ്ടപ്പോൾ ദേവേന്ദ്രന് പരിഭവമായി. ഇദ്ദേഹം നമ്മളുടെ ഗുരുവായിട്ട് ഇരിക്കുന്ന സമയത്തും നമ്മളുടെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരുമായിട്ട് ബന്ധമുണ്ടാക്കുകയാണെങ്കിൽ അത് പിന്നീട് ദോഷത്തിന് കാരണമായിട്ട് തീരുമല്ലോ എന്നുള്ളൊരു പരിഭവം. അസുരന്മാർക്ക് അങ്ങനെ ശക്തി കൂടിക്കഴിഞ്ഞാൽ അവര് തങ്ങളെ ആക്രമിക്കാനായിട്ട് വരും. അപ്പോൾ തങ്ങൾക്ക് ആ സ്ഥാനം വീണ്ടും നഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള ആ പരിഭ്രമം കൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് ഈ വിശ്വരൂപന്റെ 3 ശിരസ്സും അങ്ങനെ വെട്ടിക്കിട്ടുമെന്നാണ്. അമൃത് കഴിച്ച ആളായതുകൊണ്ട് ആ ശിരസ് വെട്ടിയിട്ടിട്ടും ആ 3 ശിരസ്സുകളും 3 തരത്തിലുള്ള പക്ഷികളായിട്ട് അങ്ങനെ പറന്നു പോവുകയാണ് ഉണ്ടായത്. ദേവേന്ദ്രനെ സംബന്ധിച്ച് ബ്രഹ്മഹത്യ എന്നുള്ളതായ ആ പാപം അദ്ദേഹത്തെ പിടികൂടി. 1 സംവത്സരം ഈ ഒരു പാപത്തെ അദ്ദേഹം അനുഭവിച്ചു. അങ്ങനെ അത് അനുഭവിച്ച് കഷ്ടപ്പാടായപ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് തോന്നി എന്നൊന്ന് ചിന്തിച്ചു എന്നാണ്. അങ്ങനെയാണ് അതിനെ പരിഹാരം ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നത്. അങ്ങനെ പരിഹാരം സാധാരണ എന്തെങ്കിലും പാപങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കഷ്ടപ്പാടുകൾ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഒക്കെ ജ്യോത്സ്യന്മാരെ കണ്ട് നിശ്ചയിക്കും. അപ്പൊ അങ്ങനെ ഓരോ ദോഷങ്ങൾക്ക് ഇന്ന പരിഹാരം ചെയ്താൽ മതി, ചില ദാനങ്ങളൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറയും. അങ്ങനെ ദേവേന്ദ്രനും ഈ ബ്രഹ്മഹത്യ ദാനം ചെയ്യാനായിട്ട് തീരുമാനിച്ചതാണ്. 4 ഭാഗങ്ങളാക്കി 4 പേരെ വിളിച്ചു വരുത്തി ഈ പാപം അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. പക്ഷെ അദ്ദേഹം ഒരു നല്ല കാര്യവും ചെയ്തു. എന്താ കാര്യം? ഈ 4 പേർക്കും 4 ഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങളും കൂടി
കൊടുത്തു എന്നാണ്. അങ്ങനെ ദേവേന്ദ്രൻ തൻ്റെ ആ ഒരു ബ്രഹ്മഹത്യ എന്നുള്ളതായ പാപത്തിൽ നിന്ന് മോചനം നേടി. പക്ഷേ ഈ വിശ്വരൂപന്റെ അച്ഛനായിട്ടുള്ള തൊഷ്ടാവ് അദ്ദേഹത്തിന് ഇത് സഹിച്ചു ചെയ്യാനാണ്. തൻ്റെ മകൻ തൻ്റെ കുടുംബത്തിൽ സ്വസ്ഥമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വധർമ്മത്തെ ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഈ ദേവന്മാരെ വിളിച്ചു കൊണ്ടുപോയി ഇങ്ങനെ അദ്ദേഹത്തെ വധിച്ചപ്പോ തൊഷ്ടാവിന് വളരെ വിഷമമായി. ഈ തൻ്റെ മകന്റെ മരണത്തിന് കാരണക്കാരനായ ദേവേന്ദ്രൻ, ആ ദേവേന്ദ്രനെ വധിക്കാൻ പാകത്തില് ഒരു പുത്രൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ആഭിചാര ഹോമം ചെയ്യാനായിട്ട് ആരംഭിച്ചു എന്നാണ്. ദേവേന്ദ്രൻ ഈ വിവരം അറിഞ്ഞു. അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ സാധിക്കാതായി. ഇനിയിപ്പോ എന്തുണ്ടാവുക എന്നുള്ളതായ പരിഭ്രമം. ആ പരിഭ്രമത്തെ കുറച്ചെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് സരസ്വതി ദേവിയെ ഈ തൊഷ്ടാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു എന്നാണ്. തൊഷ്ടാവ് മന്ത്രം ജപിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിന്റെ നാവില് സരസ്വതി ദേവി ഒന്ന് കളിയാടി. സരസ്വതി ദേവിയുടെ ആ അനുഗ്രഹമാണല്ലോ നമുക്ക് സംസാരിക്കാനും പ്രിയമായിട്ടുള്ള വാക്കുകൾ പറയാനൊക്കെ സാധിക്കുന്നത്. നാവ് ചലിപ്പിച്ചുകൊണ്ട് അങ്ങനെ അക്ഷരങ്ങളെ ഉച്ചരിക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഈ സരസ്വതി ദേവി തൊഷ്ടാവിന്റെ നാവില് കളിയാടിന്റെ ഫലമായിട്ട് അദ്ദേഹം ജപിക്കുന്നതായിട്ടുള്ള മന്ത്രം, ആ മന്ത്രത്തിന് ചെറിയ ഒരു പിഴവ് വന്നു എന്നാണ്. വേദത്തിന് ഓരോരോ സ്വരങ്ങളുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഇതൊക്കെ ചൊല്ലുന്നതിന് കൃത്യമായിട്ടുള്ള ക്രമവും സ്വരവും ഒക്കെ ഉണ്ട്. ഉദാത്തം, അനുദാത്തം, സ്വരിതം അങ്ങനെയൊക്കെ ഉണ്ട്. ആ ഉദാത്തം, അനുദാത്തം, സ്വരിതത്തിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ മന്ത്രത്തിന്റെ അർത്ഥത്തിനും മാറ്റം വരുന്നതാണ്. അതുകൊണ്ടാണ് വേദ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ജപിക്കണം എന്ന് പ്രത്യേകം പറയാറുള്ളത്. അത് മാത്രമല്ല, ഒരു ഗുരുനാഥന്റെ അനുഗ്രഹത്തോടു കൂടി ഉപദേശത്തോടു കൂടിയിട്ട് മാത്രമാണ് ഈ വേദമന്ത്രങ്ങളൊക്കെ ജപിക്കാനായിട്ട് പാടുള്ളൂ എന്ന് ആചാര്യന്മാരെ നിഷ്കർഷിക്കാറുണ്ട്. അതിൻ്റെ ഒരു കാരണം ഇതാണ്. അത് വേണ്ട പോലെ ജപിച്ചില്ലാച്ചാൽ അതിൻ്റെ അർത്ഥത്തിന് കുറച്ച് മാറ്റം വരും. അർത്ഥത്തിന് മാറ്റം വന്നാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ അത് ചെയ്യുന്നത് നേരെ എതിരായിട്ടുള്ള ഫലം ലഭിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ പ്രയോജനമില്ലല്ലോ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം, ഗുരു ഉപദേശിച്ചിട്ട് വേണം ഈ വേദമന്ത്രങ്ങളൊക്കെ ജപിക്കാൻ എന്നാണ്. ഇവിടെ സരസ്വതി ദേവി കളിയാടിയതുകൊണ്ട് ദേവേന്ദ്രനെ കൊല്ലാൻ പറ്റിയതായ ഒരു പുത്രൻ ഉണ്ടാവണം എന്നുള്ള അദ്ദേഹത്തിന്റെ മന്ത്രജപം എന്തായിട്ട് മാറി? ദേവേന്ദ്രന് കൊല്ലാൻ പറ്റിയ ഒരു പുത്രൻ ഉണ്ടാകണമേ എന്നായി മാറി ആ ഒരു മന്ത്രം എന്നാണ്. ഏതായാലും ആ ഹോമകുണ്ടത്തിൽ ഒരു അതിഭീകരമായിട്ടുള്ള ഒരു ജന്തു അങ്ങനെ ഉത്ഭവിച്ചു എന്നാണ്. അത് നിമിഷം കഴിയുന്തോറും അങ്ങനെ വലുതായി വലുതായി വരികയാണ്. ആര് കണ്ടാലും ഭയമാകും. ചുവന്ന് അങ്ങനെ പാറിപ്പറക്കുന്നതായിട്ടുള്ള താടിയും മുടിയും ഉച്ച സമയത്ത് ആ ജ്വലിക്കുന്നതായിട്ടുള്ള സൂര്യനെ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളും കോട്ടവായുടെ സമയത്ത് അങ്ങനെ ആ ദംഷ്ട്രങ്ങളൊക്കെ അങ്ങനെ പുറത്തേക്ക് വരുന്നതായ ആ ഒരു ഭാവം നക്ഷത്രങ്ങളെയൊക്കെ അങ്ങനെ നക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത്രയും നല്ല പ്രഭാവമായിരുന്നു. പ്രഭാവം നല്ലതുമാവാം ചീത്തയാവാം. ഇവിടെ എന്താണ്? തമസ്സാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം എന്നാണ്.
ആ തമോ ഗുണം കൊണ്ട് ത്രിലോകങ്ങളും അങ്ങോട്ട് നദിഞ്ഞു ഈ വൃത്രാസുരന്റെ ജന്മത്തോട് കൂടിയിട്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ വൃത്രൻ എന്ന അദ്ദേഹത്തിന്റെ പേര് പോലും ഏനാവത ഇനാൽ ഇനേലോക തമസാത്വാഷ്ടമൂർത്തിന സാ വൈ വൃത്ര ഇതി പ്രോക്ത പാപ പരമധാരണ. വൃത്രൻ എന്ന് ഇതിന് പേര് കിട്ടാൻ പോലും കാരണം ഇതാണ് എന്നാണ്. ഈ വൃത്താസുരനെ കണ്ടപ്പോ ദേവന്മാര് അവരുടെ കയ്യിലുള്ള ഏറ്റവും വിശേഷപ്പെട്ട അസ്ത്രങ്ങളൊക്കെ എടുത്ത് ഈ വൃത്രാസുരൻ നേരെ അങ്ങനെ പ്രയോഗിക്കാൻ തുടങ്ങി. വൃത്രാസുരൻ ഞാനിപ്പോ ജനിച്ചപ്പോ എനിക്ക് വിശക്കുന്നുണ്ട്, അപ്പൊ ആ വിശപ്പ് മാറാനായിട്ട് എന്താ മാർഗം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഈ ആയുധങ്ങൾ ഓരോന്നോരോന്നും അങ്ങനെ വരുന്നത്. അദ്ദേഹം അതിനെയൊക്കെ തൻ്റെ ഉള്ളിലേക്ക് വായ തുറന്ന് ഒക്കെ തൻ്റെ വയറ്റിലേക്ക് ആക്കിയെന്നാണ്. അങ്ങനെ ദേവന്മാർക്കൊക്കെ അവരുടെ ദിവ്യ അസ്ത്രങ്ങളും ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ടു. എന്താ ചെയ്യുക? അവര് ഭഗവാനെ സ്തുതി ചെയ്യാനായിട്ട് തുടങ്ങിയെന്നാണ്. അല്ലയോ ഭഗവാനെ, വായു, അഗ്നി തുടങ്ങിയിട്ടുള്ള ആ പഞ്ചഭൂതങ്ങള് തുടങ്ങി ബ്രഹ്മാദി ദേവന്മാര് പോലും വേണ്ട പോലെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ, അങ്ങയെ ഞങ്ങളിതാ ആശ്രയിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് രക്ഷ ലഭിക്കുമാറാകണേ. അഹങ്കാരരഹിതനും എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളെയും സാധിച്ചവനും തൻ്റെ തന്നെ കർമ്മങ്ങളെ കൊണ്ട് പരമമായിട്ടുള്ള ശാന്തി, സമാധാനം, ആനന്ദം, ബ്രഹ്മാനന്ദം ത്തോടുകൂടി ശാന്തമായിട്ടുള്ള ഭാവത്തോടുകൂടി ആരോടും ഒരു തരത്തിലുള്ള അനിഷ്ടങ്ങളും ഇല്ലാത്തതായ ഭഗവാനെയല്ലേ സജ്ജനങ്ങൾ ആശ്രയിക്കേണ്ടത്. അതല്ലാതെ മറ്റ് പലതിനെയും ആശ്രയിക്കുന്നവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതുപോലെയാണ് എന്ന് പറയുന്നു. ശ്വരാങ്കുലേനാദി സിന്ധും, ഈ ശ്വാവിന്റെയൊക്കെ വാല്, ആ വാല് സമുദ്രത്തിലിട്ടുകൊണ്ട് അതിൽ കയറി സമുദ്രം കടക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് എത്തരത്തിലും ദുഷ്കരമായി മാറുമോ? അതുപോലെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന അവസ്ഥയായിട്ട് മാറും. അതുകൊണ്ട് ഭഗവാനെയാണ് ആശ്രയിക്കില്ല. അപ്പൊ ഞങ്ങള് അലയോ ഭഗവാനെ, അങ്ങയെ ഞങ്ങൾ ആശ്രയിക്കുന്നു. സ്വയംഭുവ മത്സ്യമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ടാണ് സത്യവ്രതൻ എന്നുള്ള രാജർഷി ആ ഒരു പ്രളയത്തിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷ നേടാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ബ്രഹ്മാവ് ഭഗവാന്റെ നാഭി കമലത്തിൽ നിന്ന് ഉത്ഭവിച്ച് താൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് അറിയാതെ പരിഭ്രമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ സമയത്ത് അദ്ദേഹം കാല് തെറ്റി വെള്ളത്തിൽ വീഴുന്നതാണ്. ആ സമയത്ത് ഭഗവാനാണ് അതിൽ നിന്ന് കയറ്റി ആ ബ്രഹ്മാവിനെ രക്ഷിച്ചത്. ഏക ഈശോ നിജമായ, അങ്ങനെയുള്ള ഭഗവാൻ തൻ്റെ മായ കൊണ്ട് ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടി ചെയ്തുകൊണ്ട് അങ്ങനെ ആനന്ദത്തെ അനുഭവിക്കുന്നു. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് തങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചത്. ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ളതായ ആ ഒരു ശക്തി ലഭിച്ചത് എന്ന് പലപ്പോഴും ഭഗവാന്റെ മായയിൽപ്പെട്ട് വട്ടം തിരിയുന്നവരായ ഞങ്ങളിത് അറിയുന്നില്ല. അല്ലയോ ഭഗവാനെ, ഞങ്ങളെ ഈ വൃത്താസുരന്റെ തമസിൽ നിന്ന്
രക്ഷിക്കണമേ, ശാന്തി സമാധാനം ഞങ്ങൾക്ക് നേടിത്തരയണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്തിയോടുകൂടി ദേവന്മാര് ഭഗവാനെ സ്തുതിക്കുന്നു. ഈ സ്തുതിയെ സന്തോഷിച്ച് ഭഗവാൻ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. ശംഖചക്ര ഗദ പത്മധാരിയായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. വിനാ ശ്രീവത്സ കൗസ്തുഭം എന്നാണ്. ശ്രീവത്സം കൗസ്തുഭം അത് മാത്രം ഭഗവാന് ആ സമയത്ത് ധരിച്ചില്ല എന്നാണ്. 16 പാർശ്വന്മാരോടും കൂടി ഭഗവാൻ താമര കണ്ണനായിട്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവന്മാര് ഭക്തിയോടുകൂടി ജ്ഞാനപ്രദമായിട്ടുള്ള സ്തുതി ഭഗവാനെ ചെയ്യുന്നു. ഭഗവാനാണെങ്കിൽ അതിൽ വളരെ സന്തോഷിക്കുന്നു. അല്ലയോ ദേവന്മാരെ, നിങ്ങൾ എൻ്റെ ആ പ്രഭാവത്തെ വേണ്ട പോലെ അറിഞ്ഞ് ജ്ഞാനാത്മകമായിട്ടുള്ള സ്തുതിയാണ് ചെയ്തത്. ആത്മാവ്, ഈശ്വരൻ ഇതെല്ലാം ഒന്നാണ് എന്നുള്ളതായ ആ പരമമായിട്ടുള്ള ജ്ഞാനത്തെ അറിയുന്നതായ ഈ ഒരു സ്തുതി ആരാണോ ഈ സ്തുതിയെ ജപിക്കുന്നത്, ഭഗവാൻ ഈ സ്തുതി ഉപയോഗിച്ച് ഭഗവാനെ ഉപാസിക്കുന്നത്, അവർക്ക് വേണ്ട പോലെ ഭക്തി ഉണ്ടാകും എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്നു. പിന്നെ പറയാണ്, ഹിന്ദുരാവം അയി പ്രിയതേ തഥാവിധർഷഭ. ഞാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഭക്തന്മാർക്ക് എന്താണ് ലഭിക്കാത്തത്? ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇഹത്തിലും പരത്തിലും എല്ലാ തരത്തിലുള്ള സൗഖ്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കും എന്നാണ്. എന്നാൽ മത്തോ വാഞ്ചരിതത്വത്തിൽ ഏകാന്ത ഭക്തന്മാരായിട്ടുള്ള സജ്ജനങ്ങള്, സാത്വികന്മാര്, അവരെ ലൗകികമായ സുഖങ്ങൾക്ക് വേണ്ടി ഭഗവാനെ ആശ്രയിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്നാണ്. അംബരീഷ മഹാരാജാവൊക്കെ സപ്തദ്വീപുകളുടെ അധിപതിയാണ്, എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളുടെ ഉടമയാണ്. എന്നാൽ ആ ഐശ്വര്യങ്ങളൊക്കെ ഏതുപോലെയാ? പറമ്പിലുള്ള മൺകട്ടകളെ പോലെയാണ് അദ്ദേഹം കണക്കാക്കിയുള്ളൂ എന്നാണ്. ശരിയായിട്ടുള്ള ആ ഒരു ധനം എന്ന് പറയുന്നത് ഭഗവാനിൽ ഉറച്ച ഭക്തിയാണ് എന്ന് വിശ്വാസം. ഭഗവാനെ കിട്ടണം എന്ന് മാത്രമാണ് ഉത്തമന്മാരായ ഭക്തന്മാര് ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഞാൻ ഇനി ഐശ്വര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ അതൊരു ഭാരമായിട്ട് മാറും എന്നുള്ളത് കൊണ്ട് അത് ചെയ്താൽ ഞാൻ അറിവില്ലാത്ത ആളായിട്ട് പോകുമല്ലോ എന്ന് ഭഗവാൻ. ഒരു രോഗി അയാള് ഷുഗറുള്ള ആളൊക്കെയാണെന്ന് വെച്ചാൽ പലപ്പോഴും പാൽപ്പായസോ അല്ലെങ്കിൽ ലഡുവോ ഒക്കെ കഴിക്കാനായിട്ട് അവൻ താല്പര്യം കാണിക്കുക. അത് മരുന്നായിട്ട് കിട്ടുകയാണെങ്കിൽ നന്നായി എന്നൊക്കെ അയാൾക്ക് തോന്നലുണ്ടാവും. എന്നാൽ ഒരു ശരിയായിട്ട് രോഗത്തെ അറിഞ്ഞ് ചികിത്സിക്കുന്നതായിട്ടുള്ള വൈദ്യൻ അദ്ദേഹത്തിന് പ്രിയമായത് എന്താണോ അതല്ല കൊടുക്കാറുണ്ട്. പിന്നെന്താണ് ഹിതമായിട്ട് ഏതാണോ അതാണ് ആ മരുന്നായിട്ട് നിശ്ചയിക്കാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഞാൻ ഉപദേശിച്ചു തരാം എന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുന്നു. അശ്വിനി ദേവന്മാർക്ക് അശ്വചിരസ് എന്ന പേരായ മന്ത്രത്തെയൊക്കെ ഉപദേശിച്ചു കൊടുത്ത് അവരെ അമരന്മാരാക്കി മാറ്റിയതാണ് ഭഗവാൻ. ആ ദധീചി മഹർഷി തന്നെയാണ് നാരായണ കവച മന്ത്രത്തെ ഈ വിശ്വരൂപനായിട്ട് ഉപദേശിച്ചത്. അങ്ങനെയാണ് ആ വിശ്വരൂപൻ പിന്നീട് നിങ്ങൾക്ക് ഈ നാരായണ കവചം ഉപദേശിച്ചു തന്നത്.
അഥർവവേദത്തിന്റെ സാരമൊക്കെ അടങ്ങിയതായിട്ടുള്ള ആ നാരായണ കവചം നിങ്ങൾക്ക് ഉപദേശിച്ചു. ഈ വിശ്വരൂപന് ഉപദേശിച്ചു കൊടുത്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വിനി ദധീജി മഹർഷിയാണ്. ഈ ദധീജി മഹർഷിയാകട്ടെ നാരായണ കവചം മന്ത്രത്തെ ജപിച്ച് സിദ്ധി വന്നിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ആളുടെ നട്ടയിലെടുത്ത് ആ നട്ടയിൽ കൊണ്ട് മാത്രമാണ് വൃത്രാസുരനെ വധിക്കാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സാധിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എന്നെ ആശ്രയിച്ചോളൂ, എന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ താവയുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. ദേവന്മാരാകട്ടെ നേരെ ആ ദധീജി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നതാണ്. ദധീജി മഹർഷിയോട് കണ്ട മാത്രമേ ചോദിച്ചു, അങ്ങയുടെ നട്ടെല്ല് എന്ന് തരുമോ എന്ന് ചോദിച്ചു എന്നാണ്. ഇത് ചോദിച്ചപ്പോ ദധീജി മഹർഷി ഇരിച്ചുകൊണ്ട്, എന്താ നിങ്ങൾ പറയുന്നത്? ഈ നട്ടെല്ല് ഞാൻ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ മരണമല്ലേ ഉണ്ടാവുക? മരണസമയത്ത് എന്തുമാത്രം വേദനയാണ് അനുഭവിക്കേണ്ടി വരിക അത് നിങ്ങൾക്കറിയോ? അതൊക്കെ അനുഭവിച്ച് ഈ നട്ടെല്ലൊക്കെ തരാൻ ആരാ തയ്യാറാവുക? നിങ്ങൾക്ക് ഇത്ര നട്ടെല്ല് ഇല്ലാണ്ടായോ എന്നൊക്കെ ദധീജി മഹർഷി ദേവന്മാരെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് ചോദിച്ചു എന്നാണ്. ദേവന്മാരെന്താ പറയുന്നത്? അല്ലയോ മഹർഷി, അങ്ങനെപ്പോലെയുള്ള സജ്ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടായാലും സാരമില്ല, ഭൂതജാലങ്ങൾക്ക് അല്ലെങ്കിൽ തൻ്റെ സഹജീവികൾക്ക് രക്ഷ ഉണ്ടാക്കി കൊടുക്കുക, ആശ്വാസം ഉണ്ടാക്കി കൊടുക്കുക, അതല്ലേ ഭൂതജാലങ്ങളോട് അനുകമ്പയുണ്ടാവുക, അതല്ലേ അങ്ങനെപ്പോലുള്ള സജ്ജനങ്ങളുടെ സ്വഭാവം. ഞങ്ങളെപ്പോലെയുള്ള സ്വാർത്ഥന്മാര് ബാക്കിയുള്ളവർക്ക് എന്ത് വിഷമമുണ്ടായാലും ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല, ഞങ്ങൾക്ക് സുഖാവണം, സന്തോഷമാവണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ മറ്റുള്ളവരുടെ പല സങ്കടങ്ങൾ ഒരിക്കലും അറിയാറില്ല എന്നാണ്. അല്ല, അങ്ങനെ മറ്റുള്ളവരുടെ വിഷമം അറിയുന്നവരാണ് ഞങ്ങൾ എങ്കിൽ ഇപ്പതാ അങ്ങയുടെ അടുത്ത് വന്ന് ഈ നട്ടല് ചോദിക്കുക പോലും ചെയ്യുമായിരുന്നില്ല എന്നാണ്. മഹർഷീശ്വരൻ പറഞ്ഞു, അതെ, നിങ്ങളുടെ മുഖത്തു നിന്ന് തന്നെ ഈ ഒരു ധർമ്മം പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതാ ഇങ്ങനെ ചോദിച്ചത്. പരോപകാരാർത്ഥം ആണ് ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്. ഈ ലോകത്ത് ജനിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് മരണം സംഭവിക്കുക എന്ന് ആർക്കും അറിയാൻ സാധിക്കില്ല. ആ ഒരു ജനിച്ച് മരിക്കുന്നതിൻ്റെ ഇടയിൽ ധർമ്മത്തെയും യശസ്സിനെയും വേണ്ട പോലെ നേടിയെടുക്കാൻ ശ്രമിക്കാത്തതായിട്ടുള്ള ആ ഒരു ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷങ്ങൾക്ക് പോലും അനുകമ്പ അർഹിക്കുന്നവരാണ് അത്തരത്തിലുള്ള ആളുകൾ എന്നാണ്. ഈ പ്രപഞ്ചത്തിലുള്ള മറ്റെല്ലാ ജീവജാലങ്ങളും തന്നെയാണ് പരോപകാരം ചെയ്യുന്നവരാണ്. പരോപകാരാർത്ഥം ഇതം ശരീരം എന്നതായ ആ ഭാവത്തോടുകൂടി ജീവിക്കുന്നവരാണ് ഇക്കാണുന്ന പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളും. അതിൽ കുറച്ച് അങ്ങനെ മാറ്റുള്ളത് നമ്മളെപ്പോലെയുള്ള ആളുകൾക്കാണോ എന്ന് എനിക്കിതാ സംശയം തോന്നും. എന്താണ് മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കുകയും മറ്റുള്ളവർക്ക്, നമ്മുടെ സഹജീവികൾക്ക്
എന്തെങ്കിലും വിഷമങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൽ പങ്കുചേരുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ലോക ധർമ്മം. ആ ധർമ്മത്തെയാണ് അനുഷ്ഠിക്കേണ്ടത്. അങ്ങനെ ആ ധർമ്മം അനുഷ്ഠിക്കുന്നവരെ നമ്മളിതാ ഈശ്വരന്മാരായിട്ട് കണക്കാക്കുന്നു. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്താ സുഖത്തിനായിട്ട് ആകണം എന്നുള്ളതായ ആ ഒരു ധർമ്മം അനുഷ്ഠിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഭാഗവതത്തിന്റെ പരമമായിട്ടുള്ള ധർമ്മം. ഈ ലോകത്തില് അങ്ങനെ ധർമ്മം അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ അത് അയാളെ അധന്യൻ എന്നേ പറയേണ്ടതുള്ളൂ എന്നാണ്. ഏതായാലും ദധീചി മഹർഷി പറഞ്ഞു, എൻ്റെ ഈ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എപ്പോഴായാലും ഇത് നശിക്കുന്നതാണ്. അത് എപ്പോഴാണ് എന്നറിയില്ലാന്നേ ഉള്ളൂ. ഈ ലോകത്തില് സംസാര സാഗരത്തില് കുറച്ചു കാലം കൂടി ഇങ്ങനെ ഭൗതികങ്ങൾ അനുഭവിച്ചുകൊണ്ട് കർമ്മപ്രാരബ്ധം അനുഭവിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതൊരു ശ്രേയസ്സായിട്ടൊന്നും ഞാൻ എന്താ കണക്കാക്കുന്നില്ല. ഇനി ഇത് നശിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കത്തിച്ചു കളയും, അല്ലെങ്കിൽ പല ജീവജാലങ്ങൾക്കും ഭക്ഷണമായിട്ട് മാറും. അത്രയേ സംഭവിക്കുള്ളൂ. അങ്ങനെയുള്ളതായ ഈ ശരീരം കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ ആ ഒരു ധർമ്മം, പുണ്യം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം യോഗശക്തിയിൽ ഇരുന്നുകൊണ്ട് തന്റെ ജീവചൈതന്യത്തെ ഭഗവാന്റെ ലയിപ്പിക്കുന്നു. ആ ശരീരത്തിൽ നിന്നും നട്ടെല്ലെടുത്ത് അതുകൊണ്ട് വിശ്വകർമാവിനെ കൊണ്ട് വജ്രായുധം കൊണ്ട് നിർമ്മിച്ച് അയാവത്തിന്റെ പുറത്ത് കയറി ദേവേന്ദ്രൻ മറ്റുള്ള ദേവന്മാരോട് കൂടിയിട്ട് അസുരന്മാരുടെ നേരെ യുദ്ധത്തിനായിട്ട് അങ്ങനെ ചെല്ലുകയാണ്. ദേവേന്ദ്രന്റെ ഐരാവതം അങ്ങനെ നടക്കുന്ന സമയത്ത് അനവധി അസുരന്മാര് ആ കാലിൽ പെട്ടിട്ട് അങ്ങനെ ശരീരം വെടിഞ്ഞു എന്നാണ്. ബാക്കിയുള്ള അസുരന്മാരൊക്കെ ദേവേന്ദ്രന്റെ കയ്യിലുള്ള വജ്രായുധമൊക്കെ കണ്ടപ്പോൾ പരിഭ്രമിച്ച് ഓടാനായിട്ട് തുടങ്ങി. ഇത്രയുമായപ്പോ വൃത്രാസുരൻ ദേവേന്ദ്രനോട് പറയുന്നു, അല്ലയോ ദേവേന്ദ്ര, നീ തോറ്റ് അല്ലെങ്കിൽ ഭയപ്പെട്ടുകൊണ്ട് ഓടിപ്പോകുന്ന ആ അസുരന്മാരുടെ പിന്നാലെ ഓടിച്ചെന്ന് അങ്ങനെ യുദ്ധം ചെയ്യുക അതൊരു ഭൂഷണമായിട്ടുള്ള കാര്യമല്ല, യുദ്ധധർമ്മമല്ല. ഞാനിതാ ഇവിടെ ഉണ്ട്, ഞാനുമായിട്ടിതാ എന്നോട് നീതാ പറ്റുമെങ്കിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാവുന്നു. പിന്നെ ആ തോറ്റ് ഓടുന്നവരായ അസുരന്മാരെ ഭയപ്പെട്ട് ഓടുന്നവരായ അസുരന്മാരെ വിളിച്ചു എന്നാണ്. ഓരോരുത്തരും ആ പേരെടുത്ത് നമുജെ, പുരോമൻ, ശമ്പരാന്നൊക്കെ പറഞ്ഞ് പേരെടുത്ത് വിളിക്കുന്നു. എന്താ അവർക്ക് പരമമായിട്ടുള്ള ഒരു സത്യം അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. എന്താണ്? ജാതസ്യ മൃത്യോദ്ഭവ സർവദ, ജനിച്ചു കഴിഞ്ഞാൽ മരണം എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പായിട്ടുള്ളതാണ്. അതിന് രക്ഷപ്പെടാനൊരു മാർഗം അതില്ല എന്നാണ്. അപ്പൊ എങ്ങനെയായാലും മരണം ഉറപ്പാണ്. ശരീരം ജനിച്ചു കഴിഞ്ഞാൽ ശരീരം വെടിയേണ്ടി വരും എന്ന് ഉറപ്പാണ് എങ്കിൽ ആ മരിക്കുന്നത് മാന്യമായിട്ട് ആ മരണത്തെ സ്വീകരിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ഒരു കളിയാകുമ്പോൾ അല്ലെങ്കിൽ യുദ്ധമാകുമ്പോൾ ജയം അല്ലെങ്കിൽ പരാജയം എന്നുള്ളത് ഭഗവാന്റെ അനുഗ്രഹം ആർക്കാണോ അവർക്കാണ് ആ ജയം ലഭിക്കുക. ഭാഗ്യം ആരുടെ കൂടെയാണോ അവർക്കാണ് ജയം ലഭിക്കുക. നിർഭാഗ്യം ആർക്കാണോ അവർക്കാണ് തോൽവി ലഭിക്കുക. അപ്പൊ ഇവിടെ ജയമാർക്കാ പരാജയമാർക്കാ അത് ഇപ്പതാ അറിയില്ല. ഇനി ഭയപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് ഓടിപ്പോയി കഴിഞ്ഞാൽ
ചെറുതായാലും മരണമുണ്ട്. പക്ഷേ നമ്മുടെ ആ ഒരു വംശത്തിന് പൂർണ്ണമായിട്ട് ഒരു കളങ്കം ഉണ്ടാവും. ആ ദേവേന്ദ്രനുമായുള്ള യുദ്ധത്തില് പരിഭ്രമിച്ചുകൊണ്ട് തോറ്റ് ഓടിപ്പോയ അസുരന്മാര് എന്ന് പറയുമ്പോൾ നമ്മുടെ അസുര കുലത്തിന് തന്നെ അതൊരു നാണക്കേടാണ്. എന്നാൽ ധൈര്യസമേതം യുദ്ധം ചെയ്യുക, പരിശ്രമിക്കുക. പിന്നെ അവിടെ വെച്ച് തന്നെ ശരീരം വെടിയേണ്ടി വരികയാണ് എങ്കിൽ ഭഗവാന്റെ ആ ഒരു നാമത്തിന്റെ ശക്തി അടങ്ങിയതായിട്ടുള്ള ആ ഒരു വജ്രായുധം കൊണ്ട് അങ്ങനെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്കിതാ വീരമൃത്യുവാണ്, ശ്രേയസ്സാണ്, പുണ്യാണ് ലഭിക്കുക. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് അവരേതാ തിരിച്ചു വിളിക്കുന്നു. പിന്നീട് ദേവേന്ദ്രനെ വൃത്താസുരൻ കൂവരനായി വിളിക്കുന്നു. അല്ലയോ ദേവേന്ദ്ര, നീ ബ്രഹ്മഹത്യ, ഗുരുഹത്യ, ഭ്രാതൃഹത്യ ഇതൊക്കെ ചെയ്ത ആളാണ്. ഇത്രയും മഹാപാപിയായിട്ടുള്ള നിന്നെ എൻ്റെ ഈ ശൂലം കൊണ്ട് കുത്തി പിളർന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു തരത്തിലുള്ള പാപവും അനുഭവിക്കേണ്ടി വരില്ല എന്നാണ്. അങ്ങനെ ദേവേന്ദ്രനെ പോരിന് വിളിക്കുന്നതിനിടയ്ക്ക് എന്തോ പൂർവജന്മ സുഹൃതത്തിന്റെ ഫലമായിട്ട് വൃത്രാസുരന്റെ മനസ്സിൽ നാവില് അരേ എന്നാണ് വിളിക്കുന്നത്. ശത്രുവിനെ വിളിക്കുകയാണ് അരേ എന്നുള്ളത്. അത് ഹരേ എന്നായിട്ട് മാറി എന്ന് ഭക്തന്മാര് അതായത് പറയുന്നത് കേൾക്കാറുണ്ട്. ഏതായാലും ഹരേ എന്ന നാമം വിളിച്ചതോടുകൂടി പിന്നെ വാക്കുകൾക്കൊക്കെ ഒരു ശക്തി കൂടുതലായിട്ട് ഉണ്ടായി എന്നാണ്. അല്ലയോ ഭഗവാനെ, വൃത്രാസുരന്റെ ദേവേന്ദ്രന്റെ കയ്യിലുള്ളതായ ആ വജ്രായുധം ദധീചി മഹർഷിയുടെ ആ ഒരു തപസ് അടങ്ങിയതാണ്. ഭഗവാന്റെ നാമത്തിന്റെ ശക്തി അടങ്ങിയതാണ്. ആ ഒരു ആയുധം ഒരിക്കലും വിഫലമാകില്ല എന്ന് എനിക്കറിയാം. എനിക്ക് അങ്ങയുടെ പാദത്തിൽ എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ സ്വർഗാദി സുഖങ്ങളോ അല്ലെങ്കിൽ അഷ്ട ഐശ്വര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് വേണം എന്ന് ആഗ്രഹമില്ല. അങ്ങയുടെ പാദത്തിൽ ചേരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി എനിക്കതിന് സമയമായിട്ടില്ല എന്നാണെങ്കിൽ അങ്ങയുടെ പാദദാസന്മാരുടെ ദാസന്മാരുടെ ദാസന്മാരുടെ ദാസനായിട്ടെങ്കിലും എന്നെ അങ്ങത അനുഗ്രഹിക്കണേ. എൻ്റെ മനസ്സ് എപ്പോഴും അങ്ങയുടെ പാദം പത്മങ്ങളിൽ എപ്പോഴും രമിക്കണമേ. എൻ്റെ നാവ് കൊണ്ട് എന്തെങ്കിലും ഉച്ചരിക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ ഭഗവത് കഥകളായിട്ട് ഭഗവത് നാമങ്ങളായിട്ട് മാറണമേ. ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്തെങ്കിലും കർമ്മങ്ങൾ എഴുതിടാനായിട്ട് പോയിട്ട് എപ്പോഴാണോ തിരിച്ചു വന്ന് തങ്ങൾക്ക് ഭക്ഷണം തരിക എന്ന് ഉള്ളതായ ആ ഒരു ആഗ്രഹത്തോടു കൂടിയിട്ട് അങ്ങനെ അച്ഛനമ്മമാരെ പ്രതീക്ഷിക്കുന്നതായ പക്ഷിക്കുഞ്ഞുങ്ങളുടെ ആ ഒരു അവസ്ഥ അത് പോരാന്നാണ്. ചിറക് മുളച്ചു കഴിഞ്ഞാൽ ആ പക്ഷിക്കുഞ്ഞുങ്ങൾ പിന്നെ സ്വന്തമായിട്ട് ഏതേടാൻ തുടങ്ങും, പറന്നു പോകും. സന്യം യഥാ വത്സതര ശുഭാർത്ത. കറവക്കാരൻ കറവക കഴിഞ്ഞ് പശുവിനെയും മാറ്റിക്കെട്ടി പിന്നെ അയാളുടെ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് അങ്ങനെ പോയി. കുറച്ച് കഴിയുമ്പോൾ അമ്മയുടെ അടുക്കിൽ അങ്ങനെ പാല് വന്ന് നിറയും. പശുക്കുട്ടിയാണെങ്കിൽ അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അതിനാണെങ്കിൽ വിശപ്പ് തുറന്ന് ചെയ്യും.
എപ്പോഴാണാവോ കറവക്കാരൻ തന്നെ അഴിച്ചുവിട്ട് എനിക്ക് അമ്മയുടെ അകട്ടിലെത്തിയിട്ട് ആ സന്യം പാനം ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതായ ആ ഒരു ആഗ്രഹത്തോടു കൂടിയിട്ട് അമ്മയുടെ ആ ഒരു അകട്ടിലേക്ക് നോക്കി നിൽക്കുന്നതായ പശുക്കുട്ടിയുടെ അവസ്ഥ അല്ല, അതും അങ്ങനെ തീവ്രമായിട്ടല്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ ആ പശുവിന് മറ്റൊരു പശുക്കുട്ടി ഉണ്ടായ ഈ പശുക്കുട്ടി വന്ന അതിനെ ചവിട്ടി മാറ്റുക ചെയ്യുക. അപ്പൊ അതും അങ്ങനെ സ്ഥിരമായിട്ടല്ല. പിന്നെയോ പ്രിയം പ്രിയേ വാക്ഷിതം വിഷണ്ണ മനോരവിന്ദാക്ഷരക്ഷതേത്വാം അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിച്ച ഭർത്താവ് അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് പുറത്തു പോയിട്ട് സമയത്ത് തിരിച്ചു വരാതിരിക്കുമ്പോൾ പരിഭവത്തോടു കൂടിയിട്ട് ഗൃഹത്തിന്റെ പകുതി ചാരിയതായിട്ടുള്ള ആ പ്രമുഖ വാതിലിൽ നിന്നുകൊണ്ട് എപ്പോഴാണോ തൻ്റെ ഭർത്താവ് വന്ന് അദ്ദേഹത്തിന്റെ ആ ദർശനം ആലിംഗനം തനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ആഗ്രഹത്തോടു കൂടിയിട്ട് ഞാൻ നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു പ്രിയയുടെ അവസ്ഥ അതാണ് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പാദത്തിൽ എത്തിച്ചേരാനായിട്ട് ഞാനിത് ആഗ്രഹിക്കുന്നു. എന്നെ സ്വീകരിക്കണേ സ്വീകരിക്കണേ എന്ന്, എന്നെ ഒരു ദാസനായിട്ടെങ്കിലും അങ്ങ് സ്വീകരിക്കണേ എന്ന് ഭഗവാനോടൊരു പ്രാർത്ഥനയായിട്ട് മാറി ഈ വൃത്താസുരന്റെ ദേവേന്ദ്രനുമായിട്ടുള്ള പോരിനെ വിളിക്കലെന്നാണ്. ഈ ഒരു വൃത്താസുരന്റെ സ്തുതി കേട്ടവരായൊക്കെ പറയാൻ തുടങ്ങി, ഈ വൃത്താൻ ഒരു അസുരനൊന്നല്ല, അദ്ദേഹം ഉത്തമ ഭക്തൻ തന്നെയാണ്. ഒരു ഭക്തനായിട്ടുള്ള അവർക്ക് മാത്രമേ എന്ത് സാധിക്കുള്ളൂ. ഈ യുദ്ധത്തിൽ വെച്ചിട്ട് പോലും ഇത്തരത്തില് ഭഗവാനെ സ്തുതിക്കാനായിട്ട് ശാന്തമായിട്ട് മനസ്സോടുകൂടി ഭഗവാനെ സ്തുതിക്കാനായിട്ട് സാധിക്കുള്ളൂ. എനിക്ക് ഈ വൃത്രനെ വധിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ദേവേന്ദ്രൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന ഒരവസ്ഥയൊക്കെ വന്നതാണ്. അപ്പോഴാണ് മഹർഷീശ്വരന്മാർ വന്ന് അദ്ദേഹത്തോട് വീണ്ടും ഈ വൃത്താസുരനെ ലോകത്തിന്റെ മുഴുവൻ സമാധാനത്തിനായിട്ട് വധിക്കണമെന്ന് അവര് പ്രത്യേകമായിട്ട് അപേക്ഷിച്ചപ്പോഴാണ് ദേവേന്ദ്രൻ പിന്നീട് യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറാവുന്നത്. തൻ്റെ കയ്യിലുള്ള ആ ഗത കൊണ്ട് ദേവേന്ദ്രന്റെ വൃത്താസുരന്റെ നേരെ യുദ്ധത്തിൽ നിന്നാണ്. വൃത്താസുരൻ ആ ഒരു ഗതയെ സ്വീകരിച്ചുകൊണ്ട് ദേവേന്ദ്രന്റെ ദേവേന്ദ്രന്റെ വാഹനമായിട്ടുള്ള ഐരാവതത്തിന്റെ തലയിൽ ആഞ്ഞൊരു അടി കൊടുത്തതോടുകൂടി അത് ബോധം കെട്ടു വീണമെന്നാണ്. തൻ്റെ കയ്യിൽ അമൃത് ഉപയോഗിച്ച് ആ അമൃത് പുരട്ടിയിട്ടാണ് പിന്നെ വീണ്ടും ദേവേന്ദ്രൻ തൻ്റെ വാഹനത്തെ അങ്ങനെ സജ്ജമാക്കിയത് എന്നാണ്. വീണ്ടും ഘോരമായിട്ടുള്ള ആ ദേവേന്ദ്രൻ വൃത്രാസുരൻ തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധത്തില് വൃത്രാസുരന്റെ കൈകാലുകളൊക്കെ വജ്രായുധം കൊണ്ട് വെട്ടിയിടുന്നു. ഒരു ശ്വാസം വൃത്രാസുരൻ ഉള്ളിലേക്ക് എടുത്തതോടുകൂടി ദേവേന്ദ്രനും ഐരാവതവും വജ്രായുധവും എല്ലാം കൂടി അങ്ങനെ ദ്വാരമുണ്ടാക്കി പുറത്തേക്ക് ദേവേന്ദ്രന് കടക്കാനായിട്ട് സാധിച്ചത്. പിന്നെയും അനേക കാലം വേണ്ടി വന്നു ആ ശിരസ് അങ്ങനെ കുറിച്ച് വെട്ടിയിടാനായിട്ട്. ശിരസ് ഉടലും വൃത്രാസുരന്റെ രണ്ടായി മാറിയപ്പോൾ അതിൽ നിന്നൊരു തേജസ് ഉയർന്നു വന്ന് ഭഗവത് ലോകത്തില് ലയിക്കുന്നത് അവർക്കെല്ലാവർക്കും കാണാനായിട്ട് സാധിച്ചു എന്നാണ്. വൃത്രാസുരനെ വധിച്ചപ്പോ വീണ്ടും ദേവേന്ദ്രനെ ആ ബ്രഹ്മഹത്യ എന്നുള്ളതായ പാപം പിടികൂടി. ചീഞ്ഞളിഞ്ഞതായ മത്സ്യ ഗന്ധത്തോടു കൂടിയ ഒരു സത്വം ദേവേന്ദ്രന്റെ പിന്നാലെ
ദേവേന്ദ്രൻ എവിടെ ചെന്നാലും കൂടെ ഈ ബ്രഹ്മഹത്യയും കൂടെ വന്നു എന്നാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പാലാഴി പള്ളി കൊടുത്തതായിട്ടുള്ള ഭഗവാന്റെ ആ നാഭിയിൽ നിന്ന് ഉത്ഭവിച്ചതായ താമര, ആ താമരയെ തണ്ടിൽ പോയിട്ട് ഒളിച്ചിരുന്ന് അനേക കാലം നാരായണ 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 എന്നുള്ളതായ ഭഗവാന്റെ നാമം ജപിച്ചിട്ടാണ് ആ ഒരു പാപത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം നേടാനായിട്ട് സാധിച്ചത് എന്നാണ്. ഈ ഒരു ഇടവേള ഉണ്ടായി എന്നാണ് ആ ദേവലോകത്തില് ദേവേന്ദ്രന്റെ സ്ഥാനത്തിന് ഒഴിവ് വന്നു. അപ്പോ ഇനി ആരാ ദേവേന്ദ്രൻ ആവേണ്ടത്, ആരെങ്കിലും അപേക്ഷ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയപ്പോഴാണ് 100 യാഗങ്ങളൊക്കെ ചെയ്തതായ നഹുഷൻ എന്ന പേരായ രാജാവ്, അദ്ദേഹം അപേക്ഷ വന്നിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ അപേക്ഷ സ്വീകരിച്ച് അദ്ദേഹത്തെ അടുത്ത ദേവേന്ദ്രനായിട്ട് നിയമിച്ചു എന്നാണ്. ദേവേന്ദ്രൻ അദ്ദേഹം നഹുഷൻ അവിടെ വന്ന് തന്റെ സിംഹാസനത്തിൽ ഇരുന്നപ്പോഴാണ് അടുത്ത് തന്നെ ഉള്ളതായ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പോഴാണ് ഇന്ദ്രാണി അവിടെ എന്നുള്ള ചോദ്യം ഉയർന്നത്. ഇന്ദ്രാണി വേഗം വരട്ടെ എന്ന് ഇന്ദ്രാണിയെ പ്രാപിക്കാനുള്ളതായ ആ ഒരു വ്യഗ്രതയില് അദ്ദേഹം ആജ്ഞാപിച്ചു എന്നാണ്. ദേവേന്ദ്രന്റെ ആജ്ഞയാണ് അനുസരിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ. ഇന്ദ്രാണിയാണെങ്കിൽ ആകെ പരിഭ്രമിച്ചു പോയി. ശ്രീനാരായണ മഹർഷിയൊക്കെ ഉപദേശം സ്വീകരിച്ചിട്ടാണ് പിന്നീട് അതിന് രക്ഷപ്പെടാനുള്ള ഒരു ഉപായം കണ്ടെത്തിയത്. ഒരു കുറിപ്പ് കൊടുത്ത യശോദാണ് നഹുഷനായിട്ട്. അതെന്താണെങ്കിൽ ഓരോരുത്തർക്കും ശ്രേഷ്ഠന്മാരായ ആളുകൾക്കൊക്കെ ഓരോ തരത്തിലുള്ള വാഹനങ്ങളുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിക്കാണെങ്കിൽ മയിലാണ് വാഹനം, മഹാദേവനാണെങ്കിൽ ഋഷഭമാണ് വാഹനം. അങ്ങനെ ഓരോരുത്തർക്കും ശ്രേഷ്ഠമായിട്ടുള്ള വാഹനങ്ങളുണ്ട്. അതുപോലെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു വാഹനത്തിൽ അങ്ങ് വന്നാലാണ് എന്നെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. അത് ഏതാണ് വാഹനം എന്നാണെങ്കിൽ സപ്തർഷികൾ വഹിക്കുന്നതായിട്ടുള്ള പല്ലക്കില് അങ്ങ് എൻ്റെ അടുത്തേക്ക് വരണം, എന്നാലാണ് എന്നെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞതാണ്. അപ്പൊ അദ്ദേഹം എന്താ പറയുന്നത്, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്താ കാരണം, ഞാൻ 100 കണക്കിന് യാഗങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് അന്ന് യാഗങ്ങളൊക്കെ ചെയ്ത് ആ ചെയ്തതായിട്ടുള്ള മഹർഷീശ്വരന്മാർക്ക് അനവധി ദാനമാനങ്ങളൊക്കെ കൊടുത്ത് അവരെ സന്തോഷിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ മഹർഷീശ്വരന്മാര് ഞാൻ എന്ത് പറഞ്ഞാലും അതുപോലെ അനുസരിക്കുന്നതാണ്. അങ്ങനെ സപ്തർഷികളെ പല്ലക്കെടുക്കാനായിട്ട് നിയോഗിക്കുന്നു. ഗത്യന്തരമില്ലാതെ അതിന് തയ്യാറായെന്നാണ്. അങ്ങനെ ആ പല്ലക്കില് കയറി ദേവേന്ദ്രൻ ഇന്ദ്രാണിയെ പ്രാപിക്കാനായിട്ട് അങ്ങനെ പുറപ്പെട്ടു. വേഗത പോരാ, എന്താ കാരണം എന്ന് പുറത്തേക്ക് തലയെക്കിട്ട് നോക്കിയപ്പോഴാണ് കുറച്ച് ഉയരം കുറഞ്ഞ ഒരു മഹർഷീശ്വരനാണ് മുൻപിൽ നടക്കുന്നത്. അപ്പോ ആ മുൻപിൽ നടക്കുന്ന ആള് പതുക്കെ നടക്കുന്നത് കൊണ്ടാണ് ബാക്കിയുള്ള ആളുകൾ പതുക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് പല്ലക്കിന് വേഗത കുറവ്. വേഗം ഒരു ചവിട്ടാട് കൊടുത്തു എന്നാണ് ആ പിന്നില് മുമ്പിൽ നടക്കുന്നതായ ആ മഹർഷീശ്വരന്. വേഗം നടക്കൂ വേഗം നടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്, സംസ്കൃതത്തില് ആവുമ്പോ സർപ്പ എന്ന് പറഞ്ഞതാണ്. വേഗം നടക്കൂ എന്ന് പറഞ്ഞു. സംസ്കൃതത്തിലെ പദങ്ങൾക്കൊക്കെ കുറച്ച് സാന്ദർഭികമായിട്ട് അർത്ഥനാത്മക മാറ്റം വരുന്നതാണ്. വേഗം നടക്കൂ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിലും ആ മഹർഷീശ്വരൻ തിരിഞ്ഞു നിന്ന് ദേവേന്ദ്രനോട് പറഞ്ഞു, നീ എന്നെ സർപ്പ എന്ന് പറഞ്ഞാണ് ചവിട്ടിയത് എങ്കിൽ നീ സർപ്പമായിട്ട് പോകട്ടെ എന്ന് പറഞ്ഞത് ശപിച്ചു എന്നാണ്. കുട്ടികളൊക്കെ പാമ്പും കോണി കളിക്കുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട്.
വളരെ പരിശ്രമിച്ചിട്ടാണ് ഓരോ കോണികളൊക്കെ കയറി ആ 95 അല്ലെങ്കിൽ 99 ഒക്കെ എത്തുക. പിന്നെ ഉള്ളതായിട്ടുള്ള ഒരു പാമ്പിന്റെ വായിലൂടെ കയറി കഴിഞ്ഞാൽ വീണ്ടും നേരെ ഒന്നിലേക്ക് എത്താൻ ഒരു പ്രയാസമില്ല. വളരെ പെട്ടെന്ന് ചെറിയ ചെറിയ കോണികൾ കയറിയിട്ടാണ് 50ലേക്കും 75ലേക്കും 80ലേക്കും ഒക്കെ കയറുക. ഇവിടെ അനവധി സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ഈ ദേവേന്ദ്രന്റെ പദവിക്ക് ഇദ്ദേഹം അർഹനായത്. പക്ഷെ ഇപ്പതാ ചെറിയ ഒരു തെറ്റുകൊണ്ട് നേരെ വീണ്ടും ഭൂമിയിലേക്ക് പാമ്പായിട്ട് അങ്ങനെ ജന്മമെടുക്കേണ്ടി വന്നു എന്നാണ് ഇവിടെ ഭാഗവതം കാണിച്ചു തരുന്നു. നമ്മള് ഭൗതികമായിട്ടുള്ള സുഖങ്ങൾക്കല്ല ആഗ്രഹിക്കേണ്ടത്, ഉത്തമമായിട്ടുള്ള ഭക്തി ഉണ്ടാകണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് എങ്ങനെയായാലും ഫലം തരുന്ന ഒരാള് ഈ ലോകത്തിലുണ്ട് എന്നുള്ള കാര്യം, ശക്തി വിശേഷം ലോകത്തിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്ത് ഫലമാണ്, എന്ത് കർമ്മമാണ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഫലം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. പക്ഷെ ഭക്തി എന്നുള്ളത് അത് നമ്മൾ വേണ്ട പോലെ പരിശ്രമിച്ചാൽ മാത്രമാണ് നേടാനായി സാധിക്കുക. അപ്പൊ അതുകൊണ്ട് ഭക്തി ഉണ്ടാവാനാണ് ശ്രമിക്കേണ്ടത്. ഭക്തി ഉണ്ടെങ്കിലാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിനുള്ള ചെറിയൊരു പ്രശ്നം ഇതാണ്. എന്താ, ഭൗതികമായിട്ട് ഐശ്വര്യങ്ങളെ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളെ നേടാനുള്ളതായ എല്ലാ വിദ്യാഭ്യാസവും ഉണ്ട്. എന്നാൽ ആധ്യാത്മികമായിട്ടുള്ള ആ ഒരു വിദ്യാഭ്യാസം ഇപ്പതാ ഇവിടെ അതിഗംഭീരമായ സത്രം ആണ്. കുട്ടികൾ ആരെങ്കിലും ഇവിടെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളവരൊക്കെ ഞങ്ങളൊക്കെ കുട്ടികൾ തന്നെയാണ് എന്നുള്ള രീതിയിൽ പറയേണ്ടി വരും. ഇപ്പൊ ഗുരുനാഥനായിട്ട് കേശവേന്ദ്രനൊക്കെ ഒരു സപ്താഹ വേദികളിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു സപ്താഹത്തിന്റെ അല്ലെങ്കിൽ സപ്താഹത്തിന്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുട്ടികൾ മുൻപിൽ ഇരുന്ന് ഇതിനെ വീക്ഷിക്കുന്ന, ഇതിനെ കേൾക്കുന്നുണ്ട്, അതാണ് ആ സപ്താഹത്തിന്റെ വിജയം എന്നാണ്. എന്താ കാരണം എന്നാണെങ്കിൽ നാളെ ഇവരാണ് ഈ ലോകത്തില് ഓരോരോ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ ലോകത്തെ വേണ്ട പോലെ നിയന്ത്രിക്കേണ്ടത്. അപ്പൊ അവർക്ക് അത് വേണ്ട പോലെ ചെയ്യാനായിട്ട് സാധിക്കണമെങ്കിൽ എന്തുണ്ടാവണം, ഈ ആധ്യാത്മികമായിട്ടുള്ള ആ ഒരു അറിവും അവർക്ക് വേണ്ട പോലെ ഉണ്ടാകണമെന്നാണ്. ഇവിടെ അതാണ് ലൗകികമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ ഐശ്വര്യങ്ങളും നേടിയെടുത്തു. പിന്നെയും ഭഗവാൻ തനിക്ക് സ്ഥാനം കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്നും അത് വേണ്ട പോലെ നിർവഹിക്കുകയാണ് തന്റെ സ്വധർമ്മം എന്നും ചിന്തിക്കാതെ വീണ്ടും ഭൗതിക സുഖങ്ങൾക്കുള്ള തൃഷ്ണയാണ് എന്തുണ്ടായത്, ഈ നൗഷന് ഇങ്ങനതാ അധവനം ഉണ്ടായത് എന്നാണ്. അങ്ങനെ ഒരു ചെറിയ ഒരു ഈ പ്രകാശന്റെ കഥ പറയുന്നത് കൂടി ഒരു ചെറിയ ഒരു അധ്യായത്തില് ആണ് നഹുഷിന്റെ കഥയും അങ്ങനെ ചേർത്ത് വെച്ചു. അതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായതാണ് എന്നാണ്. വൃത്രാസുരനെ വധിച്ചപ്പോൾ ഈ വൃത്രാസുരന്റെ ആ ഒരു മോക്ഷ ചരിത്രം കേട്ടതായ പരീക്ഷിച്ച് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുന്നു, അല്ലയോ ശ്രീശുക ബ്രഹ്മർഷേ, ഈ വൃത്രാസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തമോ ഗുണവും രജോ ഗുണവും സ്വഭാവമായിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഈ വൃത്രാസുരനെ എങ്ങനെയാണ് യുദ്ധകളത്തിൽ വെച്ചിട്ട് ഭഗവാനെ സ്തുതി ചെയ്യാനായിട്ട് സാധിച്ചത്? അതിനുള്ള പുണ്യം അദ്ദേഹത്തിന് ഈ ഒരു ജന്മത്തില്, വൃത്രാസുരൻ ആയിട്ടുള്ള ജന്മത്തില് ഒരിക്കലും അദ്ദേഹം ആ പുണ്യം നേടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ആയിരുന്നു? ശൂരസേന രാജ്യത്ത് ചിത്രകേതു എന്നുള്ള രാജാവായിരുന്നു. അദ്ദേഹത്തിന് അനവധി ഭാര്യമാരുണ്ടായിരുന്നു. ഭാര്യ സഹസ്രാണാം സഹ
സഹസ്രാണി ദശാഭവൻ, ആയിരക്കണക്കിന് ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ആ ഭാര്യമാരിലൊന്നും ഒരു സന്തതി അദ്ദേഹത്തിന് ഉണ്ടായില്ല. അതുകൊണ്ട് വന്ധ്യാപതി എന്നുള്ള ഒരു അപരനാമൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടത്രേ. അങ്ങനെ കൊട്ടാരത്തിൽ അദ്ദേഹം കഴിയുന്ന കാലത്താണ് സജ്ജനങ്ങളായ കുറച്ച് മഹർഷീശ്വരന്മാര് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നത്. വേണ്ട പോലെ മഹർഷീശ്വരന്മാരെ ഉപചാരങ്ങളൊക്കെ ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചു. അപ്പോൾ അങ്ങേക്ക് എന്താണ് രാജാവെ ആഗ്രഹമുള്ളത് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഒരു സന്താനം, എൻ്റെ പരമ്പര നിലനിൽക്കാനായിട്ട് സന്താനം ഉണ്ടാകണം എന്നാണ് ആഗ്രഹമുള്ളത് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ തന്നെ ആ മഹർഷിമാരില് ശ്രേഷ്ഠനായിട്ടുള്ള അംഗിരസ് മഹർഷി പറയുണ്ടായി, ഈ കുട്ടികളുണ്ടായ സന്തോഷം ഉണ്ടാവും അല്ലെങ്കിൽ സമാധാനം കിട്ടും എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല. സന്തോഷം സമാധാനം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ്. നല്ല മഴ പെയ്യുന്ന സമയത്ത് അതിനെ സന്തോഷമായിട്ട് സ്വീകരിക്കുന്നവരുണ്ട്. എന്തൊരു മഴയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ആ മഴയെ തന്നെ പഴിക്കുന്നവരുണ്ട്. അപ്പൊ അത് രണ്ടും എന്താണ്, നമ്മുടെ മനസ്സിലെ സങ്കല്പമാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ ഉണ്ടായാൽ സന്തോഷം ഉണ്ടാവണം എന്നൊന്നും ഉറപ്പൊന്നുമില്ല. ഉത്തമമായിട്ട് ഭക്തിക്ക് വേണ്ടി അന്നതാ പ്രാർത്ഥിക്കൂ എന്നൊക്കെ, അതിനുള്ള ഉപായം പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞപ്പോ അതൊന്നും കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല. എനിക്ക് പുത്രൻ ഉണ്ടായാലേ എനിക്കിത് സന്തോഷമാവുള്ളൂ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചപ്പോഴാണ് അങ്ങേക്ക് സുഖവും ദുഃഖവും പ്രദാനം ചെയ്യുന്നതായ ഒരു പുത്രൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അനുഗ്രഹിക്കുന്നത്. അങ്ങനെ ആ പുത്രൻ ഉണ്ടാകാൻ വേണ്ടി പുത്രകാമേഷി യാഗമൊക്കെ നടത്തുന്നു. അതിൽ നിന്ന് ആ യാഗ കുണ്ടത്തിൽ നിന്ന് ആ യാഗ പുരുഷൻ കയ്യിൽ ആ പായസവുമായിട്ട് മുന്തി വന്നു എന്നാണ്. നോക്കുമ്പോൾ അത് കുറച്ചേ ഉള്ളൂ. അനവധി ഭാര്യമാരാണുള്ളത്, എല്ലാവർക്കും കൊടുക്കാനുള്ളതില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠയായിട്ടുള്ളതും ജ്യേഷ്ഠയായിട്ടുള്ളതും ആയ കൃതദ്യുതി എന്ന പേരായിട്ടുള്ള പത്നിക്കായിക്കൊണ്ട് ആ പായസത്തെ കൊടുത്തു എന്നാണ്. അവര് ആ പായസം കഴിച്ചതിന്റെ പ്രസാദം കഴിച്ചതിന്റെ ഫലമായിട്ട് ഗർഭവതിയായിട്ട് മാറി. പിന്നീട് അവര് മിടമിടുക്കനായിട്ട് ഉണ്ണിയെ പ്രസവിച്ചു. ആ പുത്രനോടുള്ള അനുരാഗ നിമിത്തം ചിത്രകേതു രാജാവ് ഏത് സമയവും ആ കൃതദ്യുതിയുടെ അന്തഃപുരത്തിലായി താമസം. ബാക്കി പത്നിമാർക്കൊക്കെ അത് വളരെ വിഷമമുണ്ടാക്കി. സാധാരണ എല്ലാ പത്നിമാരുടെ അടുത്തേക്കും ഒരേപോലെ ഇദ്ദേഹം പോവാറുള്ളതാണ്. ഇപ്പൊ തങ്ങളുടെ അടുത്തേക്കൊന്നും അദ്ദേഹം വരുന്നില്ല എന്ന് കണ്ടപ്പോ അവർക്കത് വിഷമമായി. കാമം ഇതാ കർക്കമാസമാണല്ലോ, തത്ര കാമക്രോധ ലോഭ മോഹാദികളാണ് ശരിയായിട്ട് നമ്മുടെയൊക്കെ ശത്രുക്കള്. അപ്പോ ആ ശത്രുക്കള് അവരെയും പിടികൂടിയെന്നാണ്. ആദ്യം രാജാവ് തങ്ങളുടെ അടുത്ത് വരണമെന്നുള്ള ആഗ്രഹമായി. അതിന് തടസ്സമുണ്ടായപ്പോ അതിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ചിന്തിച്ചു എന്നാണ്. അതിനായിട്ട് ആ കൃതദ്യുതിയുടെ പുത്രനെ പരിചരിക്കുന്നതായിട്ടുള്ള പരിചാരികയെ അങ്ങനെ കൂട്ടുപിടിച്ച് അവർക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് ഈ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഒപ്പം വിഷം കൂടിയും കൊടുത്തു എന്നാണ്. അങ്ങനെ ഗരകുമാരായ ദുർമർഷാനുപതിം പ്രതി വിഷം കൊടുത്ത് അവർ കുഞ്ഞിനെ വധിച്ചു. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞ് അങ്ങനെ നീലനിറമായിട്ട് മാറുന്ന കണ്ടപ്പോ കൃതദ്യുതി കരയാൻ തുടങ്ങി. ഈ കരച്ചിൽ കേട്ട് രാജാവ് ഓടി വന്നപ്പോ
ഈ കുഞ്ഞിന്റെ അവസ്ഥ കണ്ട് അദ്ദേഹം കരയാൻ തുടങ്ങി. കൊട്ടാരത്തിലുള്ളവർ ഓരോരുത്തർ കരയാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഈ പ്രവൃത്തി ചെയ്തവരായ പത്നിമാര് കരയാൻ തുടങ്ങി. എന്താ കാരണം? തങ്ങൾ കരഞ്ഞില്ല എങ്കിൽ തങ്ങളെ സംശയിക്കും. അപ്പൊ അത് ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് അവർ കരയാൻ തുടങ്ങി. അങ്ങനെ കൂട്ടക്കരച്ചില്. ആ കരച്ചിലൊക്കെ കേട്ടുകൊണ്ടാണ് വീണ്ടും മഹർഷീശ്വരന്മാര് അവിടെ എത്തിച്ചേരുന്നത്. അദ്ദേഹത്തോട് കരച്ചിൽ നിർത്താൻ പറഞ്ഞപ്പോ രാജാവ് കരച്ചിൽ നിർത്തുന്നില്ല. അന്ന് കരച്ചിൽ നിർത്താൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചപ്പോഴാണ് ആ കാലത്തില് എൻ്റെ മകൻ മരിച്ചു പോയതുകൊണ്ടാണ് ഞങ്ങളിതാ കരയുന്നത്, അതുകൊണ്ട് ആ മകൻ ജീവിക്കണം എന്നാണ്. ശരി, അങ്ങനെ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ മഹർഷി തൻ്റെ കമണ്ഡലൂരിലുള്ള ജലമെടുത്ത് ആ കുഞ്ഞിന്റെ മൃതശരീരത്തെ ലക്ഷ്യമാക്കി തളിച്ചു എന്നാണ് മംഗളം ചൊല്ലിയിട്ട്. ആ ശരീരം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ അങ്ങ് എഴുന്നേറ്റിരുന്നു. അച്ഛന്റെയോ അമ്മയുടെയോ നേരെ നോക്കുന്ന പോലും ഇല്ല. ആരുടെ നേരെ നോക്കുന്നത്? ശ്രീനാരായണ മഹർഷി നേരെ നോക്കുന്നത്. അല്ലയോ ശ്രീനാരായണ മഹർഷി, അങ്ങ് ഏത് ജന്മത്തിലെ അച്ഛൻ, ഏത് ജന്മത്തിലെ അമ്മ ദുഃഖിക്കുന്നു അല്ലെങ്കിൽ കരയുന്നു എന്നാണ് അങ്ങ് പറഞ്ഞത്. ഈ പ്രപഞ്ചത്തില് ഞാൻ അനവധി ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ജന്മങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഇവര് എൻ്റെ കുട്ടികളായിട്ട് ഉണ്ടായിട്ടുണ്ട്, ഇവരുടെ അച്ഛനമ്മമാരായിട്ട് ഞാൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല പല ജന്മങ്ങൾ എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഓരോ ജന്മങ്ങളും എടുക്കുമ്പോൾ ആ ജന്മത്തില് അനുഭവിക്കേണ്ടതായിട്ടുള്ള പ്രാരബ്ധം അനുഭവിച്ചു തീരുമ്പോൾ ആ ശരീരം ഉപേക്ഷിക്കുന്നു, മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അതല്ലേ ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവം, ഈ പ്രപഞ്ച നിയമം അതല്ലേ. പിന്നെ ജീവിച്ചിരിക്കുമ്പോഴാണ് എന്തുള്ളൂ, ഇതെന്റെ അച്ഛനാണ്, ഇതെന്റെ അമ്മയാണ്, ഇതെന്റെ മകനാണ് എന്നുള്ളതായ ആ ഒരു ബന്ധവും അടുപ്പവും ഒക്കെ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്നുമില്ല എന്നാണ്. ആ ജീവന് പിന്നെ ഭഗവാനുമായിട്ട് മാത്രമാണ് എന്തുള്ളൂ, ബന്ധമുള്ളതാണ്. ഈ പരമായിട്ട് സത്യം അറിവുള്ള ആളല്ലേ അങ്ങ്. എൻ്റെ ഈ ശരീരത്തില് എനിക്ക് അനുഭവിക്കേണ്ടതായുള്ള പ്രാരബ്ധങ്ങൾ അനുഭവിച്ച് തീർന്നിട്ടാണ് ഞാൻ ഈ ശരീരം ഉപേക്ഷിച്ച് പോയത്. വീണ്ടും എന്നെ പ്രാരബ്ധം അനുഭവിക്കാനായിട്ട് ഈ ശരീരത്തിലേക്ക് വലിച്ചിറക്കരുതേ ശ്രീനാരായണ മഹർഷി എന്ന് പറഞ്ഞുകൊണ്ട് ആ ശരീരത്തിൽ നിന്ന് ജീവൻ അങ്ങോട്ട് പോയി എന്നാണ്. തൻ്റെ ഇത്രയും പ്രിയപ്പെട്ടതായിട്ടുള്ള പുത്രൻ അങ്ങനെ വീണ്ടും ജനിച്ചിട്ട് തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല എന്ന് കണ്ടപ്പോ പൂർണ്ണമായിട്ടുള്ള വൈരാഗ്യം വന്നു എന്നാണ് ഈ ചിത്രകേതുവിന്. അങ്ങനെ പൂർണ്ണമായിട്ടുള്ള വൈരാഗ്യം വന്നതായിട്ടുള്ള ചിത്രകേതു ഇപ്പോ ഈ മഹർഷീശ്വരന്മാര് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള വാക്കുകൾ വേണ്ട പോലെ കേൾക്കാൻ ശ്രദ്ധിക്കാൻ തയ്യാറായി. അങ്ങനെ അദ്ദേഹത്തിന് ഒരു വ്രതം ഉപദേശിച്ചു കൊടുക്കുന്നു. കാളിന്തി നദിയില് സ്നാനം ചെയ്ത് സംഘർഷമൂർത്തിയെ ഉപാസിക്കുന്നു. സംഘർഷമൂർത്തി ചിത്രകേതുവിന്റെ ആ ഉപാസന സന്തോഷിച്ച് അദ്ദേഹത്തിന്റെ മുൻപിൽ ഇതാ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഭക്തിയോടുകൂടി വളരെ ജ്ഞാനാത്മകമായ സ്തുതിയെ ചെയ്യുന്നു ചിത്രകേതു. ആ സ്തുതിയില് ഭഗവാൻ സന്തോഷിക്കുന്നു. വിദ്യാധര അധിപതിയായിട്ട് ചിത്രകേതുവിനെ ഭഗവാൻ നിയോഗിച്ചു എന്നാണ്. അങ്ങനെ വിദ്യാധര അധിപതിയായ ചിത്രകേതു ഒരിക്കലും
ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് കൈലാസ പർവ്വതത്തിന്റെ മുകളിലൂടെ അങ്ങനെ സഞ്ചരിക്കാനിടയായി. അപ്പൊ ആ കൈലാസ പർവ്വതത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ ലോകത്തിന്റെ ആദ്യ മാതാവും പിതാവുമായ പാർവതി പരമേശ്വരന്മാരെ മനസ്സിൽ ഓർമ്മ വന്നു എന്നാണ്. വേഗം ആ അച്ഛനമ്മമാരെ ഗൃഹം നേരിട്ടാവാം എന്ന് യാത്ര എന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങിയപ്പോൾ നല്ലൊരു രംഗമാണ് അവിടെ കണ്ടത്. വളരെ സന്തോഷമായിരുന്നാണ്. ഇദ്ദേഹം തന്നെയാണ് ലോകഗുരു. മഹാദേവനെ ലക്ഷ്യമാക്കിയാണ് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ് ലോകഗുരു. എന്താ കാരണം? പത്നിയെ മടിയിൽ വെച്ചിട്ട് പോലും ഒരു തരത്തിലെ കാമാതി വികാരങ്ങളും മനസ്സിൽ ഉണ്ടാകാതെ വേണ്ട പോലെ പരമമായിട്ടുള്ള ജ്ഞാനം മഹർഷീശ്വരന്മാർ ബുദ്ധിനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഇദ്ദേഹം, മനസ്സിനെ വേണ്ട പോലെ അടക്കാൻ സാധിക്കുന്നതായ ഇദ്ദേഹം തന്നെയാണ് ലോക ഗുരു. പ്രാകൃതന്മാരായിട്ടുള്ള ആളുകൾ പോലും രഹസ്യമായിട്ടാണ് പത്നിമാരെ അല്ലെങ്കിൽ തൻ്റെ ആ പ്രിയതമകളെ പ്രാപിക്കാറുള്ളത്, സ്ത്രീകളെ പ്രാപിക്കാറുള്ളത്. എന്നാൽ ഇവിടെ പ്രത്യക്ഷമായിട്ട് തന്നെ തൻ്റെ പത്നിയെ മടിയിൽ വെച്ചുകൊണ്ട് യാതൊരു കാമാതി വികാരങ്ങൾ മനസ്സിലുണ്ടാകാതെ ജ്ഞാനം ഉപദേശിക്കാൻ കഴിയുന്ന ഇദ്ദേഹം തന്നെയാണ് ലോകഗുരു എന്നാണ് പറഞ്ഞത്. പക്ഷേ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് എന്തോ പാർവതി ദേവിക്ക് ഇത് മഹാദേവനെ സ്തുതിച്ചതായിട്ടല്ല തോന്നിയത്, മറിച്ച് നിന്ദിച്ചതാണോ അപമാനിച്ചതാണോ തോന്നിയിട്ടുണ്ടായി. ഇദ്ദേഹം അത്രേ ലോകഗുരു എന്ന രീതിയിൽ തോന്നിയെന്നാണ്. പ്രാകൃതന്മാരായിട്ടുള്ള ആളുകൾ പോലും രഹസ്യമായിട്ട് ആണ് സ്ത്രീകളെ പ്രാപിക്കാറുള്ളത് എന്നുള്ള ആ ഒരു സാഹചര്യത്തില് ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ പത്നിയൊക്കെ മടിയിൽ വെച്ചുകൊണ്ട് ഇദ്ദേഹം ജ്ഞാനോപദേശം ചെയ്യുന്നു. ഇദ്ദേഹം തന്നെയാണ് ലോകഗുരു എന്ന് അദ്ദേഹത്തെ തന്റെ ഭർത്താവിനെ അപമാനിച്ചു എന്നുള്ളതായ ഒരു തോന്നല് പാർവതിക്ക് ഉണ്ടായിരുന്നാണ്. ഏതായാലും ഇവിടെ ആചാര്യന്മാരൊക്കെ പറയാറുണ്ട്, ഈ സജ്ജനങ്ങളുടെ ക്രോധം അല്ലെങ്കിൽ അവരുടെ ഒരു ദേഷ്യമണി ശുദ്ധിയെടുക്കൽ പോലും സജ്ജനങ്ങൾക്ക് ശ്രേയസ്സായിട്ടാണ്, അനുഗ്രഹമായിട്ടാണ് മാറുക എന്നാണ്. പാർവതി ഈ ചിത്രകേതുവിനെ ശപിക്കാൻ തയ്യാറാകാണ്. നീ ഈ ജഗത്തിന്റെ ആദ്യ മാതാവും പിതാവുമായ പാർവതീശ്വരന്മാരുടെ മുമ്പിൽ വന്ന് അവരെ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം നേടാൻ തയ്യാറാവാതെ ഇങ്ങനെ അപമാനിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് നിന്റെ മനസ്സിലെ മാലിന്യമാണ്. ആ മാലിന്യമൊക്കെ തീർന്ന് നീ ശുദ്ധമാകാനായിട്ട് നീ ആസുരമായിട്ട് യോനിയിൽ ജന്മം എടുക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു എന്നാണ്. ചിത്രകേതു അതിനെയും ചിരിച്ചുകൊണ്ട് തന്നെ സ്വീകരിച്ചു. ഒരു ഭാവ വ്യത്യാസമില്ലാതെ രണ്ട് കൈകൾ നീട്ടി ആ ശാപത്തെ സ്വീകരിച്ചു എന്നാണ്. ഈ ലോകത്തില് പല പല ജന്മങ്ങള് ദേവനായിട്ടും മനുഷ്യനായിട്ടും മൃഗങ്ങളായിട്ടും ജീവജാലങ്ങളായിട്ടും വൃക്ഷങ്ങളായിട്ടും ഒക്കെ പല പല ജന്മങ്ങൾ അങ്ങനെ എടുക്കേണ്ടി വരും. ആ സമയത്ത് ഭഗവാന്റെ സങ്കല്പം കൊണ്ട് പല പല അനുഭവങ്ങളും നമുക്കുണ്ടാവും. അതിപ്പോ ഏതാണ് സുഖം ഏതാണ് ദുഃഖം എന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിന്റെ സങ്കല്പം അനുസരിച്ചാണ് സംഭവിക്കുന്നത്. അത് ഏതാണ് അനുഗ്രഹം ഏതാണ് നിഗ്രഹം എന്നുള്ളത് ആ നമ്മുടെ മനസ്സിന്റെ സങ്കല്പം അനുസരിച്ച് അതിനെ എങ്ങനെയാണോ സ്വീകരിക്കാൻ തയ്യാറാവുന്നത് ആ ഒരു മനസ്സാണ് അത് സങ്കല്പിക്കുന്നത്. സുഖം ദുഃഖം ഒക്കെ അതാണ് സങ്കല്പിക്കുന്നത്. ഇത് ശാപമാണോ അനുഗ്രഹമാണോ എന്നൊക്കെ സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് അമ്മ കുട്ടികളെ അച്ഛനമ്മമാര് കുട്ടികളെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും കുട്ടികൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവര് നേരെയാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അമ്മ ഞാൻ തെറ്റ് ചെയ്തു എന്ന് അമ്മയ്ക്ക് തോന്നിയതുകൊണ്ട് അമ്മ എനിക്കൊരു അടി തന്നു. അതെന്തിനു വേണ്ടിയിട്ട്? ഞാൻ നേരെയാവാനായിട്ട്. ഭഗവാന്റെ ഭക്തി, ജഗദീശ്വരന്റെ ഭക്തി എനിക്ക്
ഏത് ജന്മം എടുക്കേണ്ടി വന്നാലും എനിക്ക് ഭഗവാനെ മറന്നു പോകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാനിത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചിത്രകേതു അവിടുന്ന് യാത്രയായി എന്നാണ്. ചിത്രകേതു അവിടുന്ന് പോയി കഴിഞ്ഞപ്പോ മഹാദേവൻ പാർവതിദേവി വിളിച്ചു. കണ്ടില്ലേ പാർവതിദേവി, വിഷ്ണുഭക്തന്മാരുടെ മാഹാത്മ്യം ദേവിത പ്രത്യക്ഷമായിട്ട് ഇവിടെ കണ്ടില്ലേ? ആ ചിത്രകേതുവിനെ സംബന്ധിച്ച് നല്ല തപശക്തിയുള്ള ആളാണ് എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ പാർവതിദേവിക്ക് തിരിച്ചും ഒരു ശാപം തരാനൊക്കെ വേണമെങ്കിൽ ആർക്ക് സാധിക്കും? ആ ചിത്രകേതുവിന് സാധിക്കും. പക്ഷെ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ആ ശാപത്തെ അനുഗ്രഹമായിട്ട് അല്ലെങ്കിൽ സന്തോഷമായിട്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ നമസ്കരിച്ച് വിടുന്നതാ ചിത്രകേതു യാത്രയായത്. ഭക്തന്മാര്, പ്രത്യേകിച്ച് വിഷ്ണുഭക്തന്മാരുടെ ഒരു സ്വഭാവം എന്താണ്? അവർക്ക് ക്ഷമയാണ് ഭൂഷണമായിട്ട് ഉള്ളത് എന്നുള്ള രീതിയിൽ ആ വിഷ്ണുഭക്തന്മാരുടെ മാഹാത്മ്യത്തെ പറഞ്ഞുകൊണ്ടാണ് മഹാദേവൻ ആ ഒരു പ്രഭാഷണം അവിടെ സമർപ്പിച്ചത്. ഈ പാർവതിദേവിയുടെ ശാപം കിട്ടിയ ചിത്രകേതുവാണ് പിന്നീട് വൃത്രാസുരനായത്. പൂർവ്വജന്മത്തില് ഭഗവാനെ സ്തുതിച്ചതായിട്ടുള്ള ഭഗവാനെ ഉപാസിച്ചതായിട്ടുള്ള സംസ്കാരം ഉള്ളതുകൊണ്ടാണ് യുദ്ധകാലത്ത് വെച്ചിട്ട് പോലും ചിത്രകേതുവിന് വൃത്രാസുരന് ഭഗവാനെ ഉപാസിക്കാനും ഭഗവത് പാദത്തില് ലോകത്തിൽ എത്തിച്ചേരാനും സാധിച്ചത്. എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥ ആരാണോ കേൾക്കുന്നത്, അനുസ്മരിക്കുന്നത്, അവർക്ക് എല്ലാ തരത്തിലുള്ള കർമ്മ പ്രാരബ്ധത്തിൽ നിന്നും മോചനം ഉണ്ടാകുമെന്നും ഭഗവത് ഭക്തി ഉണ്ടാകുമെന്നും അന്ത്യത്തില് പരമമായിട്ടുള്ള ഗതിയെ പ്രാപിക്കാൻ സാധിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കഥ ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചത്. ഇനി നമുക്ക് ആ മത്സ്യമഹാവതാര രംഗങ്ങളിലേക്കൊക്കെയാണ്, ഭക്തപ്രഹ്ലാദ ചരിത്രത്തിലേക്കൊക്കെയാണ് പ്രവേശിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ ഭഗവാന്റെയും സജ്ജനങ്ങളുടെയും അമ്മയുടെയും ഒക്കെ പാതാരം ജനങ്ങളുടെ വാക്കുകൾ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അനുഗ്രഹീതമായ വാക്കുകളിലൂടെ വൃത്രാസുര ചരിത്രം, ചിത്രകേതു ഉപാഖ്യാനം. ഏതെങ്കിലും ഒരു ജന്മത്തില് ഈശ്വര ആരാധന ചെയ്തു എന്നുണ്ടെങ്കിൽ തുറന്നു വരുന്ന ജന്മങ്ങളിലും നമുക്ക് ആ ഈശ്വരാനുഗ്രഹത്തിന്റെ ലക്ഷണങ്ങൾ കൂടെ കാണാം എന്ന് കാണിച്ചു തരുന്ന വൃത്രാസുര ചിത്രകേതു ചരിത്രം. പൂർവ്വജന്മത്തിൽ ചെയ്ത എന്തോ സൽക്കർമ്മമാണ് ഈ ജന്മത്തിൽ ഭാഗവത്തിന് മുമ്പിൽ വന്നിരിക്കാൻ സാധിക്കുന്നത്. ഭക്തന്മാർക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന അനുഗ്രഹം ഭഗവാൻ ശ്രീ ഭഗവതി നമുക്കും ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രഭാഷണം നടത്തിയ ബ്രഹ്മശ്രീ കുറുവല്ലൂർ കൃഷ്ണൻ നമ്പൂതിരി, അദ്ദേഹത്തിന് ആ വിരാമയുടെ ആ ഒരു സന്തോഷം അറിയിക്കാം. അതോടൊപ്പം നമുക്ക് അടുത്ത പ്രഭാഷണം ബ്രഹ്മശ്രീ തത്തനപ്പള്ളി കൃഷ്ണയ്യരാണ്. പ്രഹ്ലാദ ചരിത്രം, നരസിംഹാവതാരം തുടങ്ങിയ കഥകളാണ് പ്രഭാഷണത്തിനായിട്ടുള്ളത്. നമുക്ക് രണ്ട് അധ്യായങ്ങൾ പാരായണം ചെയ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ. കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണൻ പറഞ്ഞതുപോലെ 3-ാം ദിവസമാകുമ്പോഴേക്കും സത്രവേദിയുടെ ഒരു മാറ്റം ഏകദേശം ശ്രോതാക്കളായിട്ടിരിക്കണവരെ പോലെ തന്നെ ഇപ്പോൾ വക്താക്കളുമായിട്ടുള്ളൊരവസ്ഥയാണ്. ഇന്ന് അനവധി പേര് ഇതായി ഇവിടെ വന്ന് പോകൽ കഴിഞ്ഞു.
വന്നുപോയവരെക്കാൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ അടുത്തിരിക്കുന്നത് വെങ്ങല്ലൂർ കേരളം നമ്പൂതിരി ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ടുള്ള കാലഘട്ടം മുതൽ ഞങ്ങളൊരു ഒരേ കാലഘട്ടത്തിൽ തന്നെ ഗുരുവായൂരപ്പദാസ സ്വാമികളുടെ കൂടെ ഞാൻ ഇങ്ങനെ ഒരു വഴിത്തിരിവിലേക്ക് വരുമ്പോൾ തന്നെ അദ്ദേഹം ഉദ്യോഗമൊക്കെ ആയിട്ട് വെൺമണി ശിഷ്യപരമ്പരയിൽ ഭാഗവതവുമായി ഒരു ഹോളിഡേ കിട്ടിയാൽ ഉടനടി സപ്താഹ വേദിയിൽ വന്നുകൊണ്ടുള്ളതായ സൗഹൃദമാണ് കേരളേട്ടൻ പത്നി സമേതനായിട്ട് ഇന്ന് ഇവിടെ. അദ്ദേഹത്തിൻ്റെ പത്നിയും ഡോക്ടറൊക്കെയാണ്, ഇനി നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ കൃഷ്ണയ്യരാണ് ഇന്നത്തെ നരസിംഹാവതാര പ്രഭാഷകൻ. കൃഷ്ണൻ കുടുംബസമേതം വന്നുകൊണ്ടിരിക്കുന്നു. വന്നാൽ ഉടനടി നരസിംഹാവതാര പ്രഭാഷണം കേൾക്കാം. അതിനു മുൻപായിട്ട് നരസിംഹാവതാര അധ്യായം കേരളത്തിൽ തന്നെ വായിക്കും. സമയം ഉണ്ടാവുകയാണെങ്കിൽ കൃഷ്ണന്റെ വരവിന് ഒന്നും കൂടി ഒരു നാമസംവരണത്തിൽ ആ സ്തുതി കൂടി നമുക്ക് വായിക്കാം. അത്തരത്തിൽ നരസിംഹാവതാരം സപ്താഹയജ്ഞവേദിയിൽ ആദ്യത്തെ ദിവസം വരാഹാവതാരം, രണ്ടാം ദിവസം ഇന്നലെ ഭദ്രകാളി പ്രാദുർഭാവം, ഇന്നിവിടെ നരസിംഹമൂർത്തിയായി ഭഗവാൻ ഇതാ എഴുന്നള്ളുന്നതായ ഭക്ത പ്രഹ്ലാദിന്റെ മുമ്പിൽ ഈശ്വരനുണ്ടോ എന്നുള്ള അച്ഛന്റെ ചോദ്യത്തിന് ഈശ്വരനെ ഉള്ളൂ, അല്ലാത്തതൊക്കെ വെറുതെ ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നതാണ് എന്നുള്ള പ്രഹ്ലാദിന്റെ വാക്ക് കേട്ട് സത്യം വിധാതും നിജഭൃത്യഭാഷിതം, തന്റെ ഭക്തന്മാരുടെ വാക്കുകളെ സത്യമാക്കാനാണ് സത്യം പരം ധീമഹി എന്ന് ആദ്യം ആരംഭിച്ചതായ ആ സത്യസ്വരൂപനായ ഭഗവാൻ ഇങ്ങോട്ട് ഇത്തരം വേഷം കെട്ടുകളുമായിട്ട് വരണത്. സത്യത്തിൽ ഭഗവാൻ അങ്ങനെ വേഷം കെട്ടൊന്നുമില്ല, പരബ്രഹ്മാണ്, സത്യമാണ്. ഈ അസത്യമായ ലോകത്തിലേക്ക്, മായാലോകത്തിലേക്ക് ഭഗവാൻ ഇങ്ങനെയൊക്കെ വരണത് എന്തിനാച്ചാൽ ഭക്തന്മാർക്ക് സന്തോഷമാവാൻ വേണ്ടിയിട്ടാണ്. ഭക്തന്മാരെ ഏതൊരു ഭാവനയിൽ ഭഗവാനെ കാണാൻ മോഹിക്കുന്നുവോ അപ്രകാരം ഭഗവാനെ കാണാൻ സാധിക്കണോ. അത്തരത്തിൽ തൂണിൻ്റെ ഉള്ളിലുണ്ടോ? എന്താ അച്ഛൻ സംശയം? ഈ സംശയം നമ്മളെ കാണാൻ പറ്റാത്ത, നമ്മുടെയൊക്കെ സംശയം തീരാൻ പറ്റാത്തതുകൊണ്ടാ കാണാൻ പറ്റാത്ത. സംശയങ്ങൾ തീർന്ന വിശ്വാസം കൊണ്ട് ഉറച്ചാൽ ഈശ്വരനല്ലാണ്ട് രണ്ടാമതൊന്നും കാണാനായിട്ട് സാധിക്കില്ല. ദൃശ്യത്തെ ഞാനിതാ കണ്ടുകൊണ്ടേയിരിക്കണോ, ഞാൻ കണ്ടിട്ടുണ്ടോന്നല്ല, കണ്ടുകൊണ്ടേയിരിക്കണു ദൃശ്യത്തെ. നീ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എനിക്കും കൂടി ഒന്ന് കാണാൻ പറ്റുമോ? ആർക്കും കാണാൻ പറ്റും. അതിനച്ഛനും എന്നെ പോലെ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് നോക്കുക മാത്രമേ വേണ്ടൂ. ആ നോട്ടത്തിന്റെ പിശകാണ് ഈ കാണാൻ പറ്റാത്തത്. ആളില്ലാഞ്ഞിട്ടല്ല, വേണ്ട പോലെ നോക്കാത്തതുകൊണ്ടാണ്. എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ, ഈ തൂണിൻ്റെ ഉള്ളിൽ നീ പറയണ മാതിരി ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളതായ പ്രഹ്ലാദിനെ വെട്ടാൻ വേണ്ടി കയ്യിൽ പിടിച്ച വാളുകൊണ്ട് ആ തൂണിലൊരു പ്രഹരം കൊടുത്തതോടുകൂടി പിന്നെ തൂണല്ല, തൂണിൽ നിന്ന് അവതരിക്കുന്ന ഭഗവാൻ നരസിംഹമൂർത്തിയുടെ അതിഭയങ്കരമായ രൗദ്ര ഭാവത്തോടു കൂടിയ വരവാണ്. സന്ധ്യാസമയം വരെയുള്ള എന്താ ഉണ്ടാവുകയാവോ വിചാരിച്ച് കാണാൻ വന്നവർക്കൊക്കെ ഒന്ന് കാണാൻ പാകത്തുള്ളതായ ഒരു സ്റ്റണ്ടാണ്. പിന്നെ സന്ധ്യാസമയം വരെ ഒരു ഭാവ കൊടുത്ത വരമനുസരിച്ച് സന്ധ്യാസമയത്താണ് പിന്നീട് ആ ഹിരണ്യകശിപുവിന് നരസിംഹാവതാരമായി വന്ന ഗുരുവായൂരപ്പനിത മോക്ഷം കൊടുക്കുന്നതും. അവിടുന്ന് ഇങ്ങനെ ചൂടായിട്ട് ഞങ്ങളൊക്കെ പേടിയാവണു എന്നെല്ലാവരും കൂടിയിട്ട് ഭഗവാൻ ചൂടായി എന്ന് അവരൊക്കെ വിചാരിച്ചത്. ഭഗവാൻ അങ്ങനെ ചൂടാവാൻ എങ്ങനെയാ പറ്റിയ? ഇത്രയും ശാന്താകാരനായിട്ട് ഈ ഗുരുവായൂരപ്പനെ പോലെ വേറെ ആരുമില്ല. ആ ശാന്താകാരനായിട്ടുള്ള ഭഗവാൻ അങ്ങനെയൊന്നും ചൂടായിട്ടില്ല, ദേഷ്യം വന്നിട്ടില്ല, ദേഷ്യപ്പെട്ടിട്ടില്ല, രൗദ്രഭാവം ഇല്ല. അതൊരഭിനയം മാത്രമായിരുന്നു. അഭിനയമാണെന്ന് മറ്റുള്ളവർക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് അവരെല്ലാവരും പേടിച്ച് ബ്രഹ്മ രുദ്ര ഇന്ദ്രാദി ദേവന്മാരൊക്കെ സ്തുതിക്കണോ. പിന്നത്തെ പ്രഹ്ലാദിന്റെ സ്തുതിയിലാണ്. പ്രഹ്ലാദൻ ഇവർക്കൊന്നും അവിടുത്തെ മനസ്സിലായില്ല എന്ന് തന്നെ എനിക്ക് മനസ്സിലായി എന്നല്ല ഞാൻ പറഞ്ഞു. ഞാനൊരു അസുരനായിട്ട് എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. അവിടുന്ന് ഒരിക്കലും ചൂടാവില്ല എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഒരിക്കലും ഈ ലോകത്തിൽ ചൂടാവാത്ത ഒരാളുണ്ടെങ്കിൽ, ദേഷ്യം വരാത്ത ഒരാളുണ്ടെങ്കിൽ, ഇത്രയും ശാന്താകാരനായിട്ടൊരാളുണ്ടെങ്കിൽ അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ ഭഗവാന്റെ ശാന്താകാരമാണ് നവരസങ്ങൾ.
നാട്യങ്ങളിൽ അതിപ്രധാനമായ നവരസങ്ങൾ. ഈ നവരസങ്ങൾ വേണ്ട പോലെ അഭിനയിക്കാൻ പറ്റണത് ആർക്കാന്ന് ചോദിച്ചാൽ ഈ ശാന്താകാരന്മാർക്കേ പറ്റുള്ളൂ. പരമശാന്തനായിട്ടുള്ള ഒരാൾക്ക് ഏത് രസം വേണമെങ്കിലും ഏത് നാട്യം വേണമെങ്കിലും അഭിനയിക്കാൻ പറ്റുന്നത് പോലെ അവിടുത്തെ ശാന്താകാരമായ ഭാവമാണ് ഈ രൗദ്രഭാവവും ഇത്ര എല്ലാവർക്കും പേടിയാവാൻ തക്കവണ്ണമായി തീർന്നത് എന്നിങ്ങനെയുള്ള പ്രസാദസ്തുതികളൊക്കെ നമുക്ക് പിന്നീട് തുടരാം. കേരളേട്ടൻ തന്നെ നരസിംഹാവതാരം വായിക്കുകയും ഇവിടെ ഈ സരസ്വതി മണ്ഡപത്തിൽ കർക്കടക മാസ രാമായണ മാസ ഉപാസനയിൽ ഭഗവത് സപ്താഹത്തിന്റെ സത്രത്തിന്റെ 3-ാം ദിവസം ഇത് നരസിംഹമൂർത്തിയായി വന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്നതായ അധ്യായം വായിച്ച് കൃഷ്ണയതി കഴിഞ്ഞാൽ ഉടനടി കുറുളൂര് കൃഷ്ണന് ദക്ഷിണയും കൂടി കൊടുത്ത് നമുക്ക് ആ പാരായണത്തിലേക്ക് കിടക്കാം.